ഹായ് ഹലോ എല്ലാ സുഹൃത്തുക്കൾക്കും നമസ്കാരം. നമ്മുടെ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറയുന്നതായ ഭാഗം നമ്മളിതാ ഇന്ന് മുതൽ പഠിച്ചു തുടങ്ങാൻ പോവുക. അപ്പോൾ പഠിച്ചു തുടങ്ങുന്നതിന് മുന്നോടിയായിട്ട് നിങ്ങളോട് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാനുണ്ട്. ഒന്ന്, ഈ പറയുന്നതായിട്ടുള്ള ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറയുന്ന ഭാഗം ശരിക്കും പറഞ്ഞാൽ നമ്പറുകളുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങളാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇവിടെ ഒരുപാട് തരത്തിലുള്ള മറവി കാര്യങ്ങളൊക്കെ ഉണ്ടായേക്കാം. ഈ പറയുന്ന മറവികൾ കൃത്യമായി പരിഹരിച്ച് കൃത്യമായി പരീക്ഷയ്ക്ക് ചെന്നിരിക്കുമ്പോൾ എല്ലാ കാര്യങ്ങളും ഓർമ്മയിലേക്ക് വന്ന് നിന്നുകൊണ്ട് തന്നെ പരീക്ഷ എനിക്ക് എഴുതി തീർക്കാൻ പറ്റണമെന്നാണെന്നുണ്ടെങ്കിൽ, അതും വളരെ ഭംഗിയായിട്ട് എഴുതി തീർക്കണമെന്നാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന കാര്യത്തിന് വളരെയേറെ പ്രാധാന്യമുണ്ട്. എന്താ? പ്രാക്ടീസ് എന്ന് പറയുന്ന സാധനം. അതായത് ഓരോ ടോപ്പിക്കുകൾ എടുത്ത് ആ ടോപ്പിക്കിനകത്ത് ഇത്ര ചോദ്യങ്ങളുണ്ട്, ഇത്രയും ചോദ്യങ്ങൾ ഞാൻ ചെയ്തു നോക്കി എന്നിട്ട് ബുക്കടച്ച് വെക്കുന്നതായ ഒരു പരിപാടി അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. മറിച്ച് ഈ പറയുന്ന പ്രാക്ടീസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ ഓരോ ടോപ്പിക്ക് എടുക്കുമ്പോഴും അതിനകത്ത് എത്ര ടൈപ്പുകളുണ്ട്, ആ ഓരോ ടൈപ്പുകളിലും വരുന്നതായ പ്രോബ്ലങ്ങളെ കൃത്യമായി തിരിച്ചറിഞ്ഞ് ചെയ്തു പോകുന്നതിനോടൊപ്പം ഈ ടോപ്പിക്കുകൾക്ക് കൃത്യമായിട്ടുള്ള റിവിഷൻ കൂടി കൊടുക്കുക എന്നതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ ആണോ? റിവിഷൻ കൂടി കൊടുക്കുക എന്നതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതായത് നിങ്ങൾ ഇന്നൊരു ടോപ്പിക്ക് പഠിച്ചാൽ ആ ടോപ്പിക്ക് മറന്നു പോകുന്നതിനേക്കാൾ മുമ്പ് അവനെ ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുക എന്നുള്ളതാണ് ഉദ്ദേശം. മനസ്സിലായോ? അത് ഒരുപക്ഷെ 7 ദിവസം കൂടുമ്പോഴോ അല്ലെങ്കിൽ 2 ദിവസം കൂടുമ്പോഴോ 3 ദിവസം കൂടുമ്പോഴോ ഒക്കെ ചെയ്യേണ്ടി വരും. ആളുകളുടെ കേപ്പബിലിറ്റി മാറുന്നതിനനുസരിച്ച് ഇതിനകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ടുവീഴ്ചകൾ ഉണ്ടാകും. പക്ഷേ വീഴ്ച വരുത്താതെ നിങ്ങൾ എന്ത് ചെയ്യുകയും വേണം? റിവിഷൻ നടത്തുകയും വേണം എന്നത് ശ്രദ്ധിക്കാം. അപ്പോൾ പ്രാക്ടീസ് എന്ന് പറയുന്ന സാധനം വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറഞ്ഞു. ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യം ശ്രദ്ധിക്കണേ. ഇവിടെ പ്രാക്ടീസ് എന്ന് ഞാൻ പറഞ്ഞു, അവിടെ ഒരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ മിക്കവാറും ഉള്ള ആളുകൾക്ക് ഒരു ചോദ്യം വായിച്ചാൽ അത് തിരിച്ചറിയുവാനുള്ളതായ ശേഷി പൊതുവെ കുറവായിരിക്കും. അല്ലെങ്കിൽ ആ ചോദ്യത്തിനകത്ത് എന്താണ് പറഞ്ഞിരിക്കുന്നത് എന്ന് വളരെ സഡൻ ആയിട്ട് തിരിച്ചറിയാൻ ചില ആളുകൾക്ക് പറ്റിയെന്ന് വരില്ല. അതുപോലെ തന്നെ നിങ്ങൾ മനസ്സിലാക്കണം, ഈ പറയുന്നതായ പ്രശ്നം അല്ലെങ്കിൽ ഈ ചോദ്യം വായിക്കുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാകുന്നില്ല അല്ലെങ്കിൽ അത് തിരിച്ചറിയാൻ ഒരു ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നു എന്നാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും മനസ്സിലാക്കണം, ഈ പറയുന്ന ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറയുന്ന ഭാഗത്തിനകത്ത് വരുന്ന സകലമാന കാര്യങ്ങളും ചോദ്യങ്ങൾ ഉൾപ്പെടെ, എന്താ പറഞ്ഞേ, ചോദ്യങ്ങൾ ഉൾപ്പെടെ നിങ്ങൾ എന്ത് തന്നെ ചെയ്ത് പഠിച്ചു പോകണം, എഴുതി തന്നെ പഠിച്ചു പോകണം. ഇപ്പൊ പറയാ, ഒരു എസ്സേ പോലിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഈ എസ്സേ പോലിരിക്കുന്ന ക്വസ്റ്റ്യന് ശേഷം നിങ്ങൾ അതിന്റെ ആൻസർ ചെയ്യുന്ന കാര്യം പറഞ്ഞില്ലേ? ഈ പറയുന്ന സംഭവം ഇതേ ഉള്ളൂ. ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നിങ്ങൾ എഴുതണം, ആ ക്വസ്റ്റ്യന്റെ ആൻസർ നിങ്ങൾ എഴുതണം. അതിനർത്ഥം ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ, നിങ്ങൾ എങ്ങനെയൊക്കെ ഈ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിനെ പഠിക്കാൻ ഉദ്ദേശിക്കുന്നു, എങ്ങനെയൊക്കെ പഠിച്ചാലും നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ എന്ത് പഠിച്ചു എന്നതിന്റെ ഒരു സോളിഡ് കോപ്പി നിങ്ങൾ എഴുതി തയ്യാറാക്കിയതായ സാധനം നിങ്ങളുടെ കയ്യിലുണ്ടാകണം. അങ്ങനെ ചെയ്യുന്നതോടുകൂടി നിങ്ങളുടെ റിവിഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത് കുറച്ചുകൂടി സുഗമമാകും എന്നൊരു ഗുണം കൂടി അവിടെ ഉണ്ട്. പക്ഷെ ഞാൻ പറയുന്നു, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് എഴുതി പഠിക്കാനുള്ളതാണ്. അവിടെ ചോദ്യങ്ങൾ ഉൾപ്പെടെ തന്നെ എഴുതണം. ചോദ്യങ്ങൾ ഉൾപ്പെടെ എഴുതുമ്പോൾ ഒരു ഗുണം, ആ ചോദ്യത്തെ കൂടുതൽ അടുത്തറിയുവാനുള്ളതായ ഒരു അവസരം, ഒരേ സമയം വായിക്കുകയും എഴുതുകയും നിങ്ങൾ അവിടെ ചെയ്യുന്നുണ്ട് ആ ഒരു പ്രോസസ്സ് നടക്കുമ്പോൾ. അപ്പോൾ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താണ് എന്ന് നല്ലതുപോലെ തിരിച്ചറിഞ്ഞ് മനസ്സിലാക്കി തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? മുമ്പോട്ടേക്ക് പോകാൻ പറ്റും. ഈ ഒരു കാര്യം നിങ്ങളുടെ മനസ്സിലൊന്ന് ഉൾക്കൊള്ളിച്ചേക്കുക. ഇനി നമ്മുടെ സിലബസ് എന്ന് പറയുന്ന ഒരു സംവിധാനത്തെ നമ്മൾ മനസ്സിലാക്കി അതിനകത്ത് എന്തൊക്കെയുണ്ട്, ഏതൊക്കെ ടോപ്പിക് ഉണ്ട് എന്ന് നമ്മൾ പഠിക്കാൻ ഒരു ആവശ്യവുമായിട്ട് മുന്നിട്ടിറങ്ങുമ്പോൾ നമ്മുടെ മുമ്പിലേക്ക് വരാൻ സാധ്യതയുള്ള ഒരു സംഭവം എന്താണെന്ന് ചോദിച്ചാൽ, ബേസിക്സ് നമുക്ക് ഓർമ്മയുണ്ടാകില്ല എന്നൊരു സംഗതി കൂടിയുണ്ട്. എന്താണ് ബേസിക്സ്? ഓർമ്മയുണ്ടാകില്ല എന്നത്. അതായത് 5ാം ക്ലാസ്സിലും 6ാം ക്ലാസ്സിലും 10ാം ക്ലാസ്സിലും +1ലും +2ലും ഒക്കെ പഠിച്ച സകലമാന മാത്തമാറ്റിക്സിലെ കാര്യങ്ങളും എനിക്ക് ഓർമ്മയില്ല. ഇതുപോലെ തന്നെയാണ് നിങ്ങളുടെയും അവസ്ഥ. എന്നാണെങ്കിൽ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? പഠിച്ചു തുടങ്ങുന്നതിനേക്കാൾ മുമ്പ് ഈ ബേസിക്സിനകത്ത് വേണ്ടുന്നതായ കാര്യങ്ങൾ എന്താണ്, അത് കൃത്യമായ അളവിൽ വേണ്ടുന്ന അളവിൽ മാത്രം മതി. നമുക്ക് എന്ത് ചെയ്യണം? അതൊന്ന് പഠിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യുക? ഒരു സീരീസ് എന്ന രീതിയിലേക്ക് നിങ്ങളെ കൊണ്ടുപോവുക. അതായത് നമ്മൾ പഠിക്കാൻ പോകുന്നതായിട്ടുള്ള എന്താണ്, ഇപ്പം നമ്മൾ പറയാം നമ്പർ സിസ്റ്റം ആകട്ടെ, അല്ലെങ്കിൽ നമ്പേഴ്സുകളാകട്ടെ, അല്ലെ പ്രൈം നമ്പർ പ്രോബ്ലങ്ങളാകട്ടെ, അല്ലെങ്കിൽ LCM HCF ടൈപ്പ് പ്രോബ്ലങ്ങളാകട്ടെ, ഇങ്ങനെയുള്ള ആളുകളെ നമ്മൾ ഓരോരുത്തരെയും വകതിരിഞ്ഞു പഠിക്കുമ്പോൾ
എന്താ LCM, അല്ലെ ഈ HCF എന്ന് പറഞ്ഞാൽ എന്താ, അല്ലെങ്കിൽ നമ്പേഴ്സ് എത്ര ടൈപ്പ് ഉണ്ട്, ഇതൊരു റാഷണൽ നമ്പർ ആണോ ഇതൊരു ഇറാഷണൽ നമ്പർ ആണോ, ഈ കോംപ്ലക്സ് നമ്പർ എന്ന് പറഞ്ഞാൽ ആരാണ്, അല്ലെങ്കിൽ എങ്ങനെയാ രണ്ട് നമ്പറുകളെ പ്രോഡക്റ്റ് ചെയ്യേണ്ടേ, അല്ലെങ്കിൽ എങ്ങനെയാണ് സിംപ്ലിഫിക്കേഷൻ പ്രോസസ്സ് വർക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു പ്രോബ്ലം ചോദിക്കുമ്പോൾ ഒരു പ്ലസ് സൈൻ ഇവിടെയുണ്ട്, ആ പ്ലസ് സൈനിനെ ഞാൻ ഇക്വേഷൻ അങ്ങ് അപ്പുറത്ത് വലത് സൈഡിലേക്ക് കൊണ്ടുപോകുമ്പോൾ ഈ പ്ലസ് മൈനസ് ആവുമോ അതോ മൈനസ് പ്ലസ് ആവുമോ അല്ലെ പ്ലസ് പ്ലസ് ആയിട്ട് തന്നെ കിടക്കുമോ, ഇങ്ങനെ ബേസിക്സുമായി ബന്ധപ്പെടുന്ന ഒരുപാട് സംശയങ്ങൾ നമ്മുടെ ഉള്ളിൽ ഉണ്ടാകും. അപ്പോൾ ഈ സംശയങ്ങൾ ഉള്ളിൽ വെച്ചുകൊണ്ട് നമ്മൾ ഇതിനെ പഠിച്ചു തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ നമുക്ക് എന്തുണ്ടാകും, പല ഭാഗങ്ങളിലൂടെയും കടന്നു പോകുമ്പോൾ ആ ഭാഗവുമായി ബന്ധപ്പെട്ട സംശയങ്ങളോടൊപ്പം ഈ സംശയം കൂടെ കയറി വരും. ഏത്? ഈ ബേസിക്സിന്റെ സംശയം. അത് നമുക്ക് പൂർണ്ണമായിട്ടും അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏറ്റവും ആദ്യം തന്നെ നിങ്ങൾക്ക് ആ ഒരു ബേസിക്സ് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് പഠിക്കാൻ പോകും, നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോവുക. ഏറ്റവും ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്നത് നമ്പേഴ്സ് എന്ന് പറയുന്ന ഒരു ഭാഗമാണ്, ടൈപ്സ് ഓഫ് നമ്പേഴ്സ് എന്ന് പറയുന്ന ഭാഗം. ഓക്കെ ആണോ? അപ്പോൾ ഇങ്ങനെ പഠിച്ചു മുമ്പോട്ടേക്ക് പോയാൽ നിങ്ങൾക്ക് വളരെയേറെ നിസ്സാരം എന്ന രീതിയിൽ നിങ്ങൾക്ക് ഓരോ ടോപ്പിക്കുകളെയും പഠിച്ചു പോകാൻ പറ്റും. എന്താണ് ഏതാണ് അതിൻ്റെ ബേസിക് കോൺസെപ്റ്റുകൾ എന്താണെന്നുള്ള ഡൗട്ടുകളൊക്കെ നിങ്ങൾക്ക് ഒഴിവാക്കി തന്നെ പഠിച്ചു പോകാൻ പറ്റും. അപ്പോൾ നിങ്ങളുടെ പഠനം കുറച്ചുകൂടി മികവുറ്റതാക്കാൻ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഉൾപ്പെടെ കവറപ്പ് ചെയ്തുകൊണ്ടുള്ള പഴുതുകൾ അടച്ചുകൊണ്ടുള്ള പഠനമായിരിക്കണം ഇനി മുമ്പോട്ടേക്ക് പോകാൻ നടക്കാൻ പോകുന്നത്. എന്നോടൊപ്പം തുടങ്ങിക്കോ. അപ്പോൾ നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിനകത്തേക്ക് പോകാം. എന്താണ് നമ്മൾ നോക്കാൻ പോകുന്നത് നോക്കിക്കോ. ടൈപ്സ് ഓഫ് നമ്പേഴ്സിനെ ബേസിക്കലി നമുക്ക് രണ്ടായിട്ട് തരംതിരിക്കുകയാണ്. എന്തായിട്ടൊക്കെയാ തരംതിരിക്കുന്നതെന്ന് അറിയാം? ഒന്ന് റിയൽ നമ്പേഴ്സ്. എന്താണടാ? ഒന്ന് റിയൽ നമ്പേഴ്സ്. രണ്ട് എന്ന് പറയുന്നത് എന്താണെന്ന് അറിയാമോ? രണ്ടാമത്തത് എന്ന് പറയുന്നത് ഇമാജിനറി നമ്പേഴ്സ് എന്ന് പറയും. എന്തെന്ന് പറയൂടാ? ഇമാജിനറി. അപ്പോൾ റിയൽ എന്നും ഇമാജിനറി എന്നും രണ്ടായിട്ട് ബേസിക്കലി നമ്പറുകളെ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ഇതിൽ നമുക്ക് ഏറ്റവും കൂടുതലായി കൈകാര്യം ചെയ്യേണ്ടതായ ആള് എന്ന് പറയുന്നത് റിയൽ നമ്പേഴ്സ് ആണ്. ഓക്കെ അല്ലേ? റിയൽ നമ്പേഴ്സ്. ഈ റിയൽ നമ്പേഴ്സിനെ എന്ത് ചെയ്തിട്ടുണ്ട്? പിന്നീട് അങ്ങോട്ട് ഓരോന്നായിട്ട് പിന്നെയും ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങൾ പിടികിട്ടിയോ? അപ്പോൾ ബേസിക്കലി നമ്പറുകൾ റിയൽ എന്നും ഇമാജിനറി എന്നുമാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്? തരം തിരിച്ചിട്ടുള്ളത്. അതിൽ റിയൽ എന്ന് പറയുന്ന ആളിനെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? പിന്നെയും ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഇനി ഈ റിയൽ നമ്പർ എന്ന് പറയുന്നതായ ആ ഒരു ടോപ്പിക്കിൻ്റെ അണ്ടറിൽ നമുക്ക് ആരെയൊക്കെയാണ് പരിചയപ്പെടാനുള്ളത് എന്നൊന്ന് നോക്കേ. നമുക്ക് റാഷണൽ നമ്പറുകളെ പരിചയപ്പെടാനുണ്ട്, ഇൻറ്റിജറുകളെ പരിചയപ്പെടാനുണ്ട്, ഹോൾ നമ്പേഴ്സുകളെ പരിചയപ്പെടാനുണ്ട്, നാച്ചുറൽ നമ്പറുകളെ പരിചയപ്പെടാനുണ്ട്, ഒപ്പം നമുക്ക് ആരെയും പരിചയപ്പെടാനുണ്ട്? ഇറാഷണൽ നമ്പേഴ്സിനെയും പരിചയപ്പെടാനുണ്ട്. ഇനി ദാണ്ടെ ഈ ഒരു ഫിഗർ ഞാൻ ആക്ച്വലി നിങ്ങൾക്ക് എന്തിനാ തന്നത് എന്ന് ചോദിച്ചാൽ കുറച്ചുകൂടി ഗ്രാഹ്യമുണ്ടാകാൻ ആ ഒരു മേഖലയിൽ, അല്ലെങ്കിൽ കുറച്ചുകൂടി കാര്യങ്ങളെ അടുത്തറിയാൻ. എന്താന്ന് നോക്കേടാ, ബേസിക്കലി നമുക്ക് റിയൽ സിസ്റ്റത്തിനെ പിന്നീട് അങ്ങോട്ട് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് എങ്ങനെയെന്ന് ചോദിച്ചാൽ റാഷണൽ നമ്പേഴ്സ് എന്നും ഇറാഷണൽ നമ്പേഴ്സ് എന്നുമായിട്ടാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഓക്കെ, റിയൽ നമ്പേഴ്സിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നു, റാഷണൽ നമ്പേഴ്സ് എന്നും ഇറാഷണൽ നമ്പേഴ്സ് എന്നും. ഓക്കെ അല്ലേ? ഇനി ഈ റാഷണൽ നമ്പേഴ്സിൽ നിന്നും ഉരുത്തിരിഞ്ഞുണ്ടാകുന്ന മറ്റൊരാളാണ് ആരെന്ന് പറയുന്നത്? ഇൻറ്റിജേഴ്സ് എന്ന് പറയുന്നത്. അതായത് റാഷണൽ നമ്പേഴ്സ് എന്ന് പറയുന്നതായ നമ്പറുകൾ ആരാണോ ആ നമ്പറുകളിൽ നിന്നുള്ള മുഴുവനായ ആളുകളെയും നമ്മൾ എന്ത് ചെയ്യുന്നില്ല? അവിടേക്ക് പരിഗണിക്കുന്നില്ല. മറിച്ച് കുറച്ച് ആളുകളെ മാറ്റി നിർത്തിക്കൊണ്ട് റാഷണൽ നമ്പേഴ്സിൽ നിന്നുള്ള ചില നമ്പറുകളെ എടുത്തുകൊണ്ട് നമ്മൾ എന്തെന്ന് പറയും? ഇൻറ്റിജേഴ്സ് എന്ന് പറയും. മനസ്സിലാവോ? ഇനി എന്താ പറയുന്നത്? ഈ ഇൻറ്റിജറുകളായിട്ടുള്ളവന്മാരാരാണോ അവരിൽ നിന്നുണ്ടാക്കാൻ പറ്റുന്ന മറ്റൊരു സംഗതിയാണ് ആരെന്ന് പറയുന്നത്? ഹോൾ നമ്പേഴ്സ് എന്ന് പറയുന്നത്. അതായത് ഇൻറ്റിജറുകളായവന്മാരാരാണോ അവന്മാരെ മുഴുവനായും എടുക്കുന്നില്ല, മറിച്ച് ഈ ഇൻറ്റിജറിനകത്ത് ഒതുങ്ങുന്ന നമ്പറുകളിൽ നിന്ന് ചില നമ്പറുകളെ നമ്മൾ പിക്ക് ചെയ്തുകൊണ്ട് ആരെ ഉണ്ടാക്കും? ഹോൾ നമ്പറുകളെ ഉണ്ടാക്കും. ഹോൾ നമ്പറിൽ നിന്ന് ചിലവരെ ഒഴിവാക്കിക്കൊണ്ട് നമ്മൾ ആരെ ഉണ്ടാക്കും? നാച്ചുറൽ നമ്പേഴ്സിനെ ഉണ്ടാക്കും. അപ്പോൾ ബേസിക്കലി നമുക്ക് എന്ത് പറയാം? ഈ പറയുന്ന റിയൽ നമ്പേഴ്സിനെ റാഷണൽ എന്നും ഇറാഷണൽ എന്നും നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. റാഷണലിനെ പിന്നീട് അങ്ങോട്ട് ഇൻറ്റിജറുകൾ എന്നും അതിനകത്ത് ഇൻറ്റിജേഴ്സിനകത്താണ് ഹോൾ നമ്പേഴ്സ്. പിന്നെ ഇത് എവിടേക്ക് വരും? നാച്ചുറൽ നമ്പേഴ്സ്. നമുക്ക് വെൻ ഡയഗ്രാം പോലെയുള്ള ഭാഗങ്ങൾ റീസണിങ് ഓറിയന്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിന്റെ കൂട്ടത്തിലൊക്കെ വരുമ്പോൾ ഈ ഒരു ഫിഗർ ഒക്കെ അവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരും. അതുകൊണ്ടാണ് ഈ ഫിഗർ തന്നെ ഞാൻ എന്ത് ചെയ്തത് നിങ്ങളുടെ മുമ്പിലേക്ക് ഇവിടെ എടുത്തത്. ഒന്ന് ആലോചിച്ച് നോക്കിക്കോ. റിയൽ നമ്പേഴ്സ് റാഷണൽ എന്നും ഇറാഷണൽ എന്നും തരംതിരിച്ചു. ഇനി ഈ റാഷണൽ നമ്പേഴ്സിൽ നിന്ന് ചിലവന്മാരെ ഒഴിവാക്കിക്കൊണ്ട് ബാക്കി വരുന്നവന്മാരെ ചേർത്താൽ ഇൻറ്റിജേഴ്സ് ആയി. ഇൻറ്റിജറുകളായി നിൽക്കുന്ന നമ്പറുകൾ ആരാണോ അതിൽ നിന്നും കുറച്ച് ആളുകളെ ഒഴിവാക്കിയാൽ ഹോൾ നമ്പേഴ്സ് ആയി. അതിനകത്ത് നിന്നുള്ള അരക്കെയോ കുറച്ച് ആളുകളെ ഒഴിവാക്കി കഴിഞ്ഞാൽ അതെന്തായി? നാച്ചുറൽ നമ്പേഴ്സ് ആയി. ഇനി ഈ
പറയുന്ന റാഷണൽ നമ്പേഴ്സിന് അണ്ടറിലാണ് ഇത്രയും ആളുകൾ വരുന്നത്. ഇറാഷണൽ നമ്പേഴ്സ് എന്ന് പറയുന്ന ഒരു സെപ്പറേറ്റ് കാറ്റഗറിയാണ് റിയൽ നമ്പേഴ്സിന്റെ ക്ലാസിഫിക്കേഷനിൽ വരുന്നത്. കണ്ടോ, രണ്ടുമായിട്ടുള്ള വ്യത്യാസം ആ ഫിഗറിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ലേ? അത് തന്നെയാണ് ഞാൻ ഉദ്ദേശിച്ചത്. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഡ്രീം NTPC ബാച്ച് ഒക്ടോബർ 2 ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. NTPCക്ക് പഠിക്കാനുള്ള പ്രധാനപ്പെട്ട എല്ലാ വിഷയങ്ങളുടെയും ഓറിയന്റേഷൻ നമ്മുടെ യൂട്യൂബ് ചാനലിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യുക, വീഡിയോസ് എല്ലാം പോയി കാണുക. നമ്മുടെ ഡ്രീം ബാച്ചിന്റെ ഭാഗമായിട്ട് 1 മന്ത് ഫ്രീ ട്രയൽ നമ്മൾ യൂട്യൂബിൽ നിങ്ങൾക്ക് വേണ്ടി ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരിക്കും. ഡെയിലി ബേസിസിൽ അപ്ലോഡ് ചെയ്യുന്ന ക്ലാസ്സുകളുടെ ടെസ്റ്റുകൾ നമ്മുടെ ആപ്പിൽ ലഭ്യമായിരിക്കും. നിങ്ങൾ എന്ത് ചെയ്യുക, ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യുന്ന ക്ലാസ്സുകളുടെ ടെസ്റ്റുകൾ ഡെയിലി അറ്റൻഡ് ചെയ്ത് പോകാനായിട്ട് ശ്രമിക്കുക. ഇപ്പോൾ എങ്ങനെയായിരിക്കും നമ്മുടെ ക്ലാസ്സുകൾ അതുപോലെ തന്നെ ടെസ്റ്റുകൾ എന്നുള്ളതിന് ഒരു ഷെഡ്യൂൾ, 1 വീക്ക് ഷെഡ്യൂൾ, ആദ്യത്തെ ഒരാഴ്ചത്തെ ഷെഡ്യൂൾ നമ്മൾ നമ്മുടെ ചാനലിൽ, ടെലഗ്രാം ചാനലിൽ നിങ്ങൾക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരിക്കും. നിങ്ങൾ എന്ത് ചെയ്യുക, ആ ഷെഡ്യൂൾ എടുത്തു വെച്ച് നോക്കുക. ഇപ്പോഴും ആപ്പ് യൂസ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് പല കുട്ടികൾക്കും അറിയില്ല. അതിനുവേണ്ടി ആപ്പ് എങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് ഒരു വീഡിയോ നമ്മൾ ചെയ്യുന്നുണ്ട്. ആ വീഡിയോ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. നമ്മുടെ ടെലഗ്രാം ചാനലിൽ നമ്മൾ ആ വീഡിയോ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഡെയിലി ബേസിസിൽ 1 മന്ത് ഫ്രീ ട്രയലിന്റെ ഭാഗമായിട്ട് നമ്മൾ എല്ലാ ക്ലാസ്സുകളും യൂട്യൂബിൽ ലഭ്യമാണ്. നിങ്ങൾ എന്ത് ചെയ്യുക, ആ ക്ലാസ്സുകൾ എല്ലാം കാണുക, വിലയിരുത്തുക, തീരുമാനിക്കുക. ഇനി നമുക്ക് ഓരോ ആളുകളെയായിട്ട് പഠിക്കാം. ഫസ്റ്റ് നമ്മൾ പറയുന്നത് നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറയുന്ന ആളുകളെ. ആരെയാടാ പറയുന്നത്? നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറയുന്ന ആളുകൾ. ഈ നാച്ചുറൽ നമ്പേഴ്സിനെ തന്നെ നമുക്കത് ആ കൗണ്ടിങ് നമ്പേഴ്സ് എന്ന് വിളിച്ചാലും തെറ്റൊന്നുമില്ല. നാച്ചുറൽ നമ്പേഴ്സിനെ തന്നെ നമ്മൾ കൗണ്ടിങ് നമ്പേഴ്സ് എന്ന് വിളിച്ചാലും അതിൽ എന്തില്ല, തെറ്റ് ഒന്നുമേ ഇല്ല. ഓക്കെ, ഒന്നുകൂടെ, നാച്ചുറൽ നമ്പേഴ്സിനെ നമുക്ക് എന്തും വിളിക്കാം, കൗണ്ടിങ് നമ്പേഴ്സ് എന്നും വിളിക്കാം. നാച്ചുറൽ നമ്പേഴ്സിനെ റെപ്രസെന്റ് ചെയ്യുന്നത് ക്യാപിറ്റൽ ലെറ്റർ N എന്ന ഡിനോട്ടിങ് വെച്ചിട്ടാണ്. ഓക്കെ, ക്യാപിറ്റൽ ലെറ്റർ N എന്ന് എഴുതിയാൽ അത് ഉദ്ദേശിക്കുന്നത് നാച്ചുറൽ നമ്പറുകളെയാണ്. ഇനി ആരാണ് ഈ നാച്ചുറൽ നമ്പർ എന്ന് ചോദിച്ചാൽ 1, 2, 3, 4 അങ്ങനെ അപ് ടു ഇൻഫിനിറ്റി വരെ വരും. 1, 2, 3, 4, 5, 6, 7, 8 എന്നിങ്ങനെ എവിടെ വരെ വരും? ഇൻഫിനിറ്റി വരെ വരും. ആര്? നാച്ചുറൽ നമ്പറുകൾ. ഇനി ഇവിടെ നമുക്ക് പഠിക്കേണ്ടതായിട്ടുള്ള ഇത്രയും കാര്യങ്ങൾ വളരെ ബേസിക്കാണ്. ഇനി അങ്ങോട്ട് പറയാൻ പോകുന്ന കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിക്കാം. അവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഒരു വാക്കാണ്. എന്ത്? ഐഡന്റിറ്റി എലമെന്റ്. ഒന്ന് ആലോചിച്ചോ, ഈ ഒരു ടേം ഒന്ന് പഠിക്കണേ. എന്താണ് ഒരു ഐഡന്റിറ്റി എലമെന്റ്? ഒന്ന് ശ്രദ്ധിച്ചു നോക്കണേ. ഐഡന്റിറ്റി എലമെന്റ്, അല്ലെങ്കിൽ നമുക്ക് ഇവനെ വേറൊരു പേരിട്ട് വിളിക്കാം, ന്യൂട്രൽ എലമെന്റ് എന്ന് പറയും. എന്തെന്ന് പറയൂടാ? ഐഡന്റിറ്റി എലമെന്റ് അല്ലെങ്കിൽ ന്യൂട്രൽ എലമെന്റ് എന്ന് പറയും. ശ്രദ്ധിക്കണം, എന്താണ് ഐഡന്റിറ്റി എലമെന്റ് അല്ലെങ്കിൽ എന്താണ് ഒരു ന്യൂട്രൽ എലമെന്റ് എന്ന് ചോദിച്ചാൽ, എൻ്റെ കയ്യിലിരിക്കുന്നതായ ഒരു നാച്ചുറൽ നമ്പർ, ഉദാഹരണത്തിന് 5 എന്ന് ആയിക്കോട്ടെ. ഇപ്പോ എൻ്റെ കയ്യിലിരിക്കുന്നതായ ഒരു നാച്ചുറൽ നമ്പർ, ഈ നാച്ചുറൽ നമ്പറിനോടൊപ്പം ഞാൻ ഒരാളെ ആഡ് ചെയ്തു അല്ലെങ്കിൽ സബ്സ്ട്രാക്ട് ചെയ്തു, അല്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്തു, ഒരാളെ മൾട്ടിപ്ലൈ ചെയ്തു. ഡിവിഷന്റെ കാര്യം ഞാൻ തൽക്കാലം പറയുന്നില്ല. അല്ലെങ്കിൽ വേണ്ട, അഡിഷൻ എന്നും സബ്സ്ട്രാക്ഷൻ എന്നും മാത്രം പറഞ്ഞാലും മതി. ഞാൻ എന്ത് ചെയ്തു, ഒരാളെ ആഡ് ചെയ്തു, അതേപോലെ ഒരാളെ സബ്സ്ട്രാക്ട് ചെയ്തു. ഈ പറയുന്ന 5 എന്നതായ ആ നാച്ചുറൽ നമ്പറിന്റെ വാല്യൂ ഞാൻ ഈ പറയുന്ന ആഡ് ചെയ്ത ആളെ കൊണ്ട് അല്ലെങ്കിൽ മൾട്ടിപ്ലൈ ചെയ്ത ആളെ കൊണ്ട് ഒരു കാരണവശാലും മാറ്റം ഉണ്ടാകുന്ന ഒന്നായി മാറരുത്. പിന്നീട് എന്താ ഉദ്ദേശിക്കുന്നത്? 5നോടൊപ്പം ഞാനൊരു സംഖ്യ കൂട്ടി, പക്ഷെ 5 എന്ന് തന്നെ ആൻസർ വന്നു. 5നോടൊപ്പം ഞാനൊരു സംഖ്യ മൾട്ടിപ്ലൈ ചെയ്തു, ആ പറയുന്ന സംഖ്യ എനിക്ക് എന്തെന്ന് തന്നെ കിട്ടി? 5 എന്ന് തന്നെ കിട്ടി. അതായത് ശരിക്കും പറഞ്ഞാൽ ഇവിടെ യാതൊരു വിധമായ മാറ്റങ്ങളും ഉണ്ടാകുന്നില്ല. അതുകൊണ്ട് ഇവിടുത്തെ അഡിറ്റീവ് ആഡ് ചെയ്യുന്ന സമയത്ത് അവിടെ വരുന്നതായിട്ടുള്ള ഐഡന്റിറ്റി എലമെന്റ്, അഡിറ്റീവ് ഐഡന്റിറ്റി എലമെന്റ് എന്ന് പറയുന്നത് 0 ആണ് നാച്ചുറൽ നമ്പറുകൾക്ക്. ഇനി ഈ പറയുന്ന ന്യൂട്രൽ അല്ലെങ്കിൽ ഐഡന്റിറ്റി എലമെന്റ് എന്ന് പറയുന്നത് whenever അവിടെ മൾട്ടിപ്ലിക്കേഷൻ പ്രോസസ് ആണ് നടത്തുന്നതെങ്കിൽ ദാറ്റ് വിൽ ബി 1. ഈ 2 കാര്യങ്ങൾ മറക്കരുത്. ഓക്കെ ആണോ? അപ്പൊ എന്താ പറഞ്ഞേ? നാച്ചുറൽ നമ്പേഴ്സിനെ N എന്നാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അതിനെ കൗണ്ടിങ് നമ്പേഴ്സ് എന്ന് വേണമെങ്കിലും പറയാം. 1 മുതൽ ഇൻഫിനിറ്റി വരെ വരും. 1, 2, 3, 4 ഇങ്ങനെ ഇൻഫിനിറ്റി വരെ വരും. ഈ പറയുന്നതായ എന്ത് അഡിറ്റീവ് ഐഡന്റിറ്റി എന്ന് പറയുന്നത് 0 ആണ്. മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡന്റിറ്റി എന്ന് പറയുന്നത് 1 ആണ്. ഈ ഐഡന്റിറ്റി എലമെന്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഏത് നമ്പറിനെയാണോ എടുക്കുന്നത് ആ നമ്പറിന്റെ കൂടെ ഒരു സംഖ്യയെ ആഡ് ചെയ്യുകയോ മൾട്ടിപ്ലൈ ചെയ്യുകയോ ചെയ്താൽ അവിടെ യാതൊരു കാരണവശാലും ആ
സംഖ്യയുടെ മൂല്യത്തിനകത്ത് എന്തുണ്ടാകരുത്, അല്ലെങ്കിൽ കിട്ടുന്ന ആൻസറിനകത്ത് എന്തുണ്ടാകരുത്, ഒരു ചേഞ്ച് ഉണ്ടാകരുത്. വി ഷുഡ് ഗെറ്റ് ദ സെയിം നമ്പർ ആഫ്റ്റർ ദി ഓപ്പറേഷൻ. ശരിയല്ലേ? അങ്ങനെയാണെങ്കിൽ അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക, അഡിറ്റീവ് ഐഡന്റിറ്റി എലമെന്റ് എന്നും മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡന്റിറ്റി എലമെന്റ്. അത് ആഡ് ചെയ്യുമ്പോൾ 0 ആണ്, അല്ലെ സബ്സ്ട്രാക്ട് ചെയ്താലും 0, മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരും, 1 എന്ന് വരും. ഇത്രയും കാര്യങ്ങളിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? അപ്പോൾ നാച്ചുറൽ നമ്പറുകളുമായി ബന്ധപ്പെട്ട് ഇത്രയും കാര്യങ്ങളെ ഒന്ന് അറിഞ്ഞു വെക്കേണ്ടത് അത്യാവശ്യമാണ്. ഓക്കെ അല്ലേ? ഇനി ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞു തരാം. ഈ 1, 2, 3, 4, 5, 6, 7, 8 എന്ന് പറയുന്ന ആളുകളെ നമ്മൾ പോസിറ്റീവ് ഇൻഡിജറുകൾ എന്നും പറയാറുണ്ട്. എന്നും പറയാറുണ്ട്? പോസിറ്റീവ് ഇൻഡിജേഴ്സ് എന്നും പറയാറുണ്ട്. പോസിറ്റീവ് ഇൻഡിജേഴ്സ് എന്നും പറയാറുണ്ട്. ഞാനിത് പറയുമ്പം മനസ്സിലാക്കണം, ഇൻഡിജറുകൾ എന്ന് പറയുന്നവന്മാരായ ആളുകൾ ആരാണോ അവരിൽ നിന്നുണ്ടാകുന്നതായ ഹോൾ നമ്പർ, അതിൽ നിന്നുണ്ടാകുന്നതായ നാച്ചുറൽ നമ്പർ. അപ്പൊ നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ, എന്തായാലും നാച്ചുറൽ നമ്പേഴ്സിനകത്ത് ഇൻഡിജറുകൾ ഉൾപ്പെടുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഇൻഡിജറുകളുടെ കൂട്ടത്തിൽ പോസിറ്റീവായി വരുന്ന ഇൻഡിജറുകൾ ആരാണോ അവന്മാരെ തന്നെയാണ് നമുക്ക് എന്തായി പറയാനുള്ളത്, നാച്ചുറൽ നമ്പറായും കൗണ്ടിങ് നമ്പറായിട്ടും പറയാനുള്ളത്. ഞാനിത് പറയാൻ കാരണം ഇത് സ്റ്റേറ്റ്മെന്റ് ഓറിയന്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിട്ട് ഒരു പക്ഷേ നമ്മുടെ പരീക്ഷയ്ക്ക് വന്നേക്കാം. അതുകൊണ്ട് ആ സ്റ്റേറ്റ്മെന്റ് വഴിയുള്ള ചോദ്യങ്ങൾ വന്നാലും കയ്യിൽ നിന്ന് പോകാൻ പാടില്ല. നമ്മുടെ ആ ഒരു ഉത്തരം നമ്മുടെ കയ്യിൽ നിന്ന് പോകാൻ പാടില്ല. ആ ഒരു മാർക്ക് നമ്മുടെ കയ്യിൽ നിന്ന് പോകാൻ പാടില്ല. അതുകൊണ്ട് അത് പറഞ്ഞു. ശരി, ഇനി നമുക്ക് അടുത്തത് പഠിക്കേണ്ടത് ആരെയാണെന്ന് അറിയാവോ? ഹോൾ നമ്പേഴ്സ് എന്ന് പറയുന്ന ആളുകളെയാണ് പഠിക്കേണ്ടത്. ഈ ഹോൾ നമ്പേഴ്സ് എന്ന് പറയുന്നത് ആരാണ് എന്ന് ചോദിച്ചാൽ ഇത്രയും പറഞ്ഞാൽ മതി. നമ്മൾ നേരത്തെ പറഞ്ഞതായ നാച്ചുറൽ നമ്പർ എന്ന് പറയുന്നവന്മാരെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുണ്ടാക്കുന്ന നമ്പറല്ലേ ഹോൾ നമ്പേഴ്സ്. എങ്കിൽ അവിടെ അധികമായി ഉൾപ്പെടുന്നത് ആരാണെന്ന് ചോദിച്ചാൽ നാച്ചുറൽ നമ്പറുകളോടൊപ്പം ആര് കൂടി വരും? 0 കൂടി വരും. ഓക്കെ ആണോ? നാച്ചുറൽ നമ്പറുകളോടൊപ്പം 0 എന്ന സംഖ്യ കൂടി പരിഗണിക്കുന്നു എന്നാണെങ്കിൽ അവയെ നമുക്ക് എന്തെന്ന് വിളിക്കാം? ഹോൾ നമ്പറുകൾ എന്ന് വിളിക്കാം. അപ്പൊ എങ്ങനെ വരും? 0 ഉണ്ട്, 1 ഉണ്ട്, 2 ഉണ്ട്, 3 ഉണ്ട്, അപ് ടു എവിടെ വരെ വരും? ഇൻഫിനിറ്റി. സോ കൗണ്ടിങ് നമ്പർ അല്ലെങ്കിൽ നാച്ചുറൽ നമ്പർ എന്ന് പറഞ്ഞാൽ ഹോൾ നമ്പേഴ്സ് വിത്തൗട്ട് 0. അങ്ങനെയും പറയാം. എന്തെന്ന് പറഞ്ഞേ? ഹോൾ നമ്പേഴ്സ് വിത്തൗട്ട് 0. ഈ നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ ആരാണെന്നാ ഇപ്പൊ പറഞ്ഞേ? ആരാടാ നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറയുന്നത്? ഹോൾ നമ്പേഴ്സ് വിത്തൗട്ട് 0. വിത്തൗട്ട് 0, അതായത് 0 ഇല്ലാതെ പരിഗണിക്കപ്പെടുന്ന ഹോൾ നമ്പറുകളെ നമുക്ക് നാച്ചുറൽ നമ്പറുകൾ എന്നോ അല്ലെങ്കിൽ കൗണ്ടിങ് നമ്പറുകൾ എന്നോ നമുക്ക് പറയാം. അപ്പൊ ഹോൾ നമ്പർ എന്ന് പറഞ്ഞാൽ ആരാ? നാച്ചുറൽ നമ്പറും 0യും കൂടെ കൂട്ടിച്ചേർത്താൽ മതി. അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചും മറിച്ചും പറയാൻ പഠിക്കണം. അപ്പോൾ 0 മുതൽ ഇൻഫിനിറ്റി വരെ വരും. ഓക്കെ ആണോ? 1, 2, 3, 4 അപ് ടു ഇൻഫിനിറ്റി. നേരത്തെ പറഞ്ഞതുപോലെ ഇവിടെയും ആ ഒരു ഐഡന്റിറ്റി എലമെന്റ് എന്ന് പറയുന്നത് 0യും പിന്നെ ആരുവാ? 1. ആഡ് ചെയ്യുമ്പോൾ 0, മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1. ഇനി ഹോൾ നമ്പേഴ്സിനെ റെപ്രസെന്റ് ചെയ്യുന്ന ലെറ്റർ ഏതാ? അത് ഞാൻ ഓൾറെഡി എഴുതിയിട്ടുണ്ടല്ലോ. അതാ ഇവിടെ ഇത് വരച്ചപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാകും. W എന്ന ലെറ്റർ കൊണ്ടാണ് അതിനെ ഡിനോട്ട് ചെയ്യുന്നത്. ഡൗട്ട് എന്തെങ്കിലും ഉണ്ടോ? അവിടെ എന്തെങ്കിലും ഒരു ഡൗട്ടിന്റെ സാധ്യതകൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഡൗട്ടിന്റെ ആവശ്യം അവിടെ ഉണ്ടോ? അങ്ങനെ ഒരു ഡൗട്ടിന്റെ ആവശ്യം അവിടെ ഇല്ലേ? ശരി, ഇനി നമുക്ക് അടുത്ത പഠിക്കാനുള്ള മൂന്നാമത്തെ ആള് എന്ന് പറയുന്നതാണ് ഇൻഡിജേഴ്സ്. ആരാ മക്കളെ? ഇൻഡിജേഴ്സ് എന്ന് പറയും. ഈ ഇൻഡിജറുകൾ എന്ന് പറഞ്ഞാൽ ആരാണ് എന്ന് ചോദിച്ചാൽ നമുക്ക് 3-4 രീതികളിൽ പറയാം. എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോ എന്താ പറയുക, 3-4 രീതി പറയാം. ഞാനതിപ്പോ ഒരു രീതി ഇങ്ങനെ പറയാണ്. അതായത് നെഗറ്റീവ് ആയിട്ട് വരുന്ന നാച്ചുറൽ നമ്പറുകൾ. അതായത് നാച്ചുറൽ നമ്പറുകളിൽ നമ്മൾ ആരെയാണോ പഠിച്ചത്, ഈ പറയുന്ന നാച്ചുറൽ നമ്പറുകളിലുള്ള ഓരോരുത്തർക്കും ഒരു നെഗറ്റീവ് സൈൻ കൊടുക്കണം. നാച്ചുറൽ നമ്പർ ആരെയൊക്കെയാ? 1, 2, 3, 4 ഇങ്ങനെ പോകുന്ന ആളുകൾ. അവർക്ക് ഒപ്പം ഓരോ നെഗറ്റീവ് സിമ്പലുകൾ കൂടി ഇട്ടാൽ മതി. അത് നെഗറ്റീവ് നാച്ചുറൽ നമ്പറായി. ശരിയല്ലേ? ഈ പറയുന്ന നെഗറ്റീവ് ആകുന്ന നാച്ചുറൽ നമ്പറിനോടൊപ്പം ഹോൾ നമ്പേഴ്സ് കൂടി എഴുതുന്നു. ആരെ കൂടി എഴുതുന്നു? ഹോൾ നമ്പേഴ്സ് കൂടി എഴുതുന്നു. ഈ ഹോൾ നമ്പേഴ്സും നെഗറ്റീവ് നാച്ചുറൽ നമ്പേഴ്സും കൂടി ചേരുന്നതാണ് ആരെന്ന് പറയുന്നത്? ഇൻഡിജേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ ആണോ? അതായത് നമുക്ക് ചുരുക്കത്തിൽ ഇങ്ങനെ പറയാം, നെഗറ്റീവ് ഇൻഡിജറുകൾ, ശ്രദ്ധിക്കണേ, നെഗറ്റീവ് ഇൻഡിജേഴ്സുകൾ, അതിനോടൊപ്പം പോസിറ്റീവ് ഇൻഡിജേഴ്സുകൾ, അതിനോടൊപ്പം 0. ഈ പറയുന്ന 3 കാറ്റഗറികൾ കൂടി ചേരുന്നതാണ് എന്ന് പറയുന്നതിലും എന്തില്ല?
തെറ്റില്ല. അപ്പൊ പോസിറ്റീവ് ഇൻറ്റിജറും നെഗറ്റീവ് ഇൻറ്റിജറും സീറോയും കൂടെ കൂടി ചേർന്നാൽ അതാണ് ഇൻറ്റിജേഴ്സ് എന്ന് പറയുന്ന കാറ്റഗറി. അല്ലെങ്കിൽ ഇൻറ്റിജേഴ്സിനകത്ത് എത്ര ടൈപ്പ് ഉണ്ട്? പോസിറ്റീവ് ഇൻറ്റിജേഴ്സ് ഉണ്ട്, നെഗറ്റീവ് ഇൻറ്റിജേഴ്സ് ഉണ്ട്, ആൻഡ് എലോങ് വിത്ത് ഇറ്റ് സീറോ. സീറോ എന്ന് പറയുന്ന ആളെ ഒരു നെയ്ത പോസിറ്റീവ് നോർ നെഗറ്റീവ് എന്ന രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? കൺസിഡർ ചെയ്യുന്നത്. അല്ലെങ്കിൽ എങ്ങനെ പറയാം? നെഗറ്റീവ് ആയിട്ട് വരുന്ന നാച്ചുറൽ നമ്പറുകളും ഹോൾ നമ്പറുകളും കൂടി കൂടിച്ചേരുന്നതാണ്. ഇതാണ് എന്തെന്ന് പറയുന്നത്? ഇൻറ്റിജേഴ്സ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് എന്താ? ഇൻറ്റിജറുകളെ സാധാരണഗതിയിൽ റെപ്രസെന്റ് ചെയ്യുന്ന ലെറ്റർ എന്ന് പറയുന്നത് ആരാ? ഇസഡ് എന്ന് പറയും. ഇനി ഇൻറ്റിജേഴ്സ് എന്ന് പറഞ്ഞാൽ ആരാ? എടാ നെഗറ്റീവ് ഇൻഫിനിറ്റിയിൽ നിന്ന് കുറഞ്ഞ് 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 ദാണ്ടേ -2, -1, 0, 1, 2, 3 ഇങ്ങനെ എവിടെ വരെ? ഇൻഫിനിറ്റി. ഇതാ ഇത്രയും ആളുകളാണ് ആരെന്ന് പറയുന്നത്? ഇത്രയും ആളുകളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഇൻറ്റിജറുകൾ എന്ന് പറയുന്നത്. എന്തെന്ന് പറയുന്നത്? ഇൻറ്റിജർ എന്ന് പറയുന്നത്. ഇനി മനസ്സിലാക്കണം, പോസിറ്റീവ് ആയിട്ടുള്ള ഇൻറ്റിജർ, അതായത് ഞാനിവിടെ എന്തെന്നാ എഴുതുന്നത്? പ്ലസ് ഇസഡ് എന്ന് എഴുതിയെന്ന് വെച്ചോ. പ്ലസ് ചിലർ ഐ കൊണ്ട് ഡിനോട്ട് ചെയ്യാറുണ്ട് കേട്ടോ, അത് ഒന്നും കാര്യമാക്കണ്ട. ഇപ്പൊ ഇസഡ് എന്ന് നോക്കിയാൽ ചിലർ ഐ കൊണ്ടും ഇൻഡിജേഴ്സിനെ റെപ്രസെന്റ് ചെയ്യാറുണ്ട്. ഇപ്പൊ ഞാൻ പ്ലസ് ഇസഡ് എന്ന് എഴുതിയാൽ ഇത് ഉദ്ദേശിക്കുന്നത് ആരെയാ? പോസിറ്റീവ് ഇൻഡിജറുകളെയാ. മൈനസ് ഇസഡ് എന്ന് എഴുതിയാൽ ഇത് ആരെയാ ഉദ്ദേശിക്കുന്നത്? നെഗറ്റീവ് ആയിട്ടുള്ള ഇൻഡിജറുകളെയാ. ഇനി ഞാൻ പറയാൻ പോകുന്നതായ കാര്യം ഒന്ന് ശ്രദ്ധിക്കണം. പോസിറ്റീവ് ഇൻറ്റിജറിന്റെ കാര്യമൊക്കെ നിങ്ങൾക്ക് അറിയാം, പക്ഷേ നെഗറ്റീവ് ഇൻറ്റിജറിന്റെ കാര്യത്തിനകത്താണ് ഒരു സംശയം ഉണ്ടാകാൻ സാധ്യതയുള്ളത്. ഞാൻ പറയുന്ന കാര്യം ശ്രദ്ധിക്കണം. ലാർജസ്റ്റ് ആയിട്ടുള്ള, ശ്രദ്ധിക്കണേ, ലാർജസ്റ്റ് ആയിട്ടുള്ള നെഗറ്റീവ് ഇൻറ്റിജർ ആരാണ്? ലാർജസ്റ്റ് ആയിട്ടുള്ള നെഗറ്റീവ് ഇൻറ്റിജർ ആരാണ്? ആരാടാ ഏറ്റവും ലാർജസ്റ്റ് നമ്പർ? അത് നെഗറ്റീവ് നമ്പേഴ്സുകളിൽ ഏറ്റവും വലിയവൻ ആരാണ്? +1 ആണ്. അത് ഇൻറ്റിജർ ആണെങ്കിൽ, സോറി +1 എങ്ങനെയാണ് അത് +1 വരുന്നത്? -1 ആണ്. ആരാടാ? -1. ഈ പറയുന്ന 0 എന്ന് പറയുന്ന ആള് കഴിഞ്ഞാൽ പിന്നീട് ഏറ്റവും വലിയ നെഗറ്റീവ് നമ്പർ എന്ന് പറയുന്നത് ആരാ? -1. ഇപ്പൊ -8 ആണോ -1 ആണോ വലുതെന്ന് ചോദിച്ചാൽ ആരായിരിക്കും എപ്പോഴും വലുത്? -1. -1 ഈസ് ഓൾവേസ് ഗ്രേറ്റർ ദാൻ എനി അതർ നെഗറ്റീവ് നമ്പേഴ്സ്. ഈ ഒരു കാര്യം പഠിച്ചു വെക്കണേ. അപ്പൊ ലാർജസ്റ്റ് ആയിട്ട് വരുന്ന നെഗറ്റീവ് ഇൻറ്റിജർ എന്ന് പറയുന്നത് ആരാണ്? -1. സ്മോളസ്റ്റ് ആയിട്ട് വരുന്ന പോസിറ്റീവ് ഇൻറ്റിജർ ആണ് ആരെന്ന് പറയുന്നത്? 1 എന്ന് പറയുന്നത്. ഈ കാര്യമൊക്കെ ചിന്തിക്കാൻ പറ്റുമല്ലോ. ഇനി ഇത്രയും കാര്യങ്ങളിൽ എവിടെയെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇവിടെയും നിങ്ങൾക്ക് എന്ത് കൂട്ടിച്ചേർക്കാം? നമ്മൾ നേരത്തെ പറഞ്ഞ അഡിറ്റീവ് ആയിട്ട് വരുന്ന നമ്മുടെ ഐഡന്റിറ്റി എന്ന് പറയുന്ന സാധനം, അല്ലെങ്കിൽ മൾട്ടിപ്ലിക്കേറ്റീവ് ആയിട്ട് വരുന്ന ഐഡന്റിറ്റി എന്ന് പറയുന്നത് ഇവിടെയും എന്ത് തന്നെയാ? 0ഉം 1ഉം തന്നെയാ. മാറ്റമൊന്നുമില്ല. ആ 0, 1 ഓർത്തു വെച്ചേക്കണം. ഞാൻ എടുത്തു പറയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ എന്താ ഞാൻ ഇൻറ്റിജേഴ്സിൽ പറഞ്ഞത്? ഇൻറ്റിജേഴ്സിനകത്ത് പറഞ്ഞത് നെഗറ്റീവ് നാച്ചുറൽ നമ്പറും ഹോൾ നമ്പറും കൂടി ചേരുന്നതാണ് ഇൻറ്റിജർ. അല്ലെങ്കിൽ നെഗറ്റീവ് ഇൻറ്റിജേഴ്സും പോസിറ്റീവ് ഇൻറ്റിജേഴ്സും എലോങ് വിത്ത് 0 എന്ന് എടുത്തു പറയാൻ കാരണം എന്താ? 0 നെയ്തർ പോസിറ്റീവ് നോർ നെഗറ്റീവ് എന്ന രീതിയിലാണ് ട്രീറ്റ് ചെയ്യുക. അങ്ങനെ വരുന്ന ആളുകളെ എല്ലാവരെയും കൂടെ ചേർത്ത് ഇത്രയും ആളുകൾ ഉണ്ട് അതിലെന്ന് നമുക്ക് അറിയാൻ പറ്റും. ഇനി എന്താ പറഞ്ഞേ? ലാർജസ്റ്റ് ആയിട്ടുള്ള നെഗറ്റീവ് ഇൻറ്റിജർ എന്ന് പറയുന്നത് ആരാ? -1. ഡൗട്ട് ഒന്നുമില്ലേ? ഇത്രയും കാര്യങ്ങളും വളരെ വ്യക്തമാകണം. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന അടുത്ത ആളാരാന്നറിയാം? റാഷണൽ നമ്പേഴ്സ് എന്ന് പറയുന്ന ആളിനെയാണ്. ഈ റാഷണൽ നമ്പറുകൾ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. നമുക്ക് തന്നിട്ടുള്ളതായ എല്ലാ, ശ്രദ്ധിച്ചോണം, നമുക്ക് പഠിക്കാനുള്ളതായ എല്ലാ ഹോൾ നമ്പറുകളെയും, അതുപോലെ നമുക്ക് പഠിക്കാനുള്ളതായ അല്ലെങ്കിൽ നമ്മൾ പഠിക്കുന്ന എല്ലാ നാച്ചുറൽ നമ്പറുകളിലും നമ്മൾ നേരത്തെ തൊട്ടു മുമ്പ് പറഞ്ഞതായ ഇൻറ്റിജറുകളും ഈ പറയുന്നവന്മാരെല്ലാം തന്നെ എന്താണ്? ഒരു റാഷണൽ നമ്പർ തന്നെയാണ്. സോ റാഷണൽ നമ്പേഴ്സ് എന്ന് പറയുന്നതിൽ ഹോൾ നമ്പർ വരും, നാച്ചുറൽ നമ്പർ വരും, ഇൻറ്റിജറുകൾ വരും. അതായത് നമുക്ക് ചുരുക്കത്തിൽ പറയാം, എല്ലാ ഹോൾ നമ്പറുകളും നാച്ചുറൽ നമ്പറും ഇൻറ്റിജേഴ്സും എല്ലാം കൂടെ ചേർന്ന് ഉൾപ്പെടുന്ന, അല്ലെങ്കിൽ എന്തെന്ന് പറഞ്ഞാൽ അത് ഇൻറ്റിജേഴ്സിനോടൊപ്പം പിന്നെ അതിനേക്കാൾ കവിഞ്ഞ് എന്തോ ഒന്ന് അധികമുണ്ട്. നമ്മൾ ആദ്യം പറഞ്ഞ ആ ഒരു ഫിഗർ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. എന്തായിരുന്നു? കണ്ടോ, റാഷണൽ നമ്പേഴ്സ് എന്ന് പറയുന്ന ആളാരാ? ഇൻറ്റിജേഴ്സ് എന്ന് പറയുന്ന, അതിനകത്ത് ഹോൾ നമ്പേഴ്സ്, അതിനകത്ത് നാച്ചുറൽ നമ്പേഴ്സ്. അപ്പൊ നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം? നാച്ചുറലും ഹോളും ഇൻറ്റിജേഴ്സ് എല്ലാം കൂടെ ചേർന്നുകൊണ്ട് ഉണ്ടാക്കുന്ന ഒരു സാധനം റാഷണൽ നമ്പർ. അല്ലെങ്കിൽ എന്ത് പറയാം? ഇൻറ്റിജേഴ്സ് എന്ന് പറയുന്നവന്മാരോടൊപ്പം എന്തൊക്കെയോ കുറച്ച് നമ്പറുകളെ കൂടി അധികമായി പരിഗണിക്കുന്നു, അതുകൊണ്ട് റാഷണൽ നമ്പേഴ്സ്. ഓക്കെ ആണോ? ഈ ഒരു കാര്യം ഒന്ന് തരംതിരിച്ചൊന്ന് മനസ്സിലാക്കി വെക്കണേ. അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് പറയണേ. ആ ഫിഗർ നിങ്ങളുടെ മനസ്സിൽ കിടക്കണം കേട്ടോ. ഇനി ബേസിക്കലി നമ്മൾ റാഷണൽ നമ്പർ എന്താണെന്ന് ചോദിക്കുമ്പോൾ നമ്മൾ പറയുന്നത് ഇതാണ്: P/Q ഫോമിൽ എഴുതാൻ പറ്റുന്ന ആളുകൾ. എന്താ പറയുന്നത്? P/Q
ക്യൂവിൽ എഴുതാൻ പറ്റുന്നതായ ആളുകൾ, അവരെ വിളിക്കുന്ന പേരാണ് റാഷണൽ നമ്പർ. ഉദാഹരണത്തിന് 2 എന്ന ഒരു നമ്പർ എൻ്റെ കയ്യിൽ തന്നിട്ട് ഇത് ഒരു റാഷണൽ നമ്പർ ആണോ എന്ന് ചോദിച്ചാൽ ഞാൻ പറയും 2 ഡിവൈഡഡ് ബൈ 1 എന്ന് എഴുതുന്നതിൽ തെറ്റില്ല. പി ബൈ ക്യൂ ഫോമിൽ എനിക്ക് ഇവനെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. ഇനി 3/4 ഇതൊരു റാഷണൽ നമ്പറാ. ഓക്കെ ആണോ? ഇനി അടുത്തത് എൻ്റെ അടുത്ത് പറയുകയാണ് 1/2 ഒരു റാഷണൽ നമ്പർ ആണോ? അതെ, 1/2 ഒരു റാഷണൽ നമ്പറാ. ഇനി എൻ്റെ അടുത്ത് ചോദിക്കുക 7/3 ഒരു റാഷണൽ നമ്പർ ആണോ? അതെ, 7/3 ഒരു റാഷണൽ നമ്പറാ. ഒന്നുമില്ല, നമ്മൾ പറയുന്നത് ഇത്രയേ ഉള്ളൂ. ബേസിക്കലി ഈ പി ബൈ ക്യൂ ഫോം എന്ന് പറയുമ്പോഴും പി എന്ന് പറയുന്ന ആളിനെ നമുക്ക് എന്തായി പരിഗണിക്കാം? ഒരു ന്യൂമറേറ്റർ ആയിട്ട് പരിഗണിക്കാം. അങ്ങനെയാണെങ്കിൽ ഈ ക്യൂ എന്ന് പറയുന്നവൻ ആരാ? ഒരു ഡിനോമിനേറ്റർ ആയി പരിഗണിക്കാം. ഓക്കെ ആണോ? അപ്പോൾ ഞാൻ പറയുന്നത് ഇത്രയേ ഉള്ളൂ. ഒരു ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ഉണ്ടാകണം എന്നുള്ള ഒറ്റ കാര്യം മാത്രമേ അവർ പറയുന്നുള്ളൂ. അങ്ങനത്തെ ഫോമിൽ എഴുതാൻ പറ്റുന്ന ആളുകൾ ആരായാലും അവന്മാരെ നമുക്ക് എന്ത് പേരിട്ട് വിളിക്കാം? റാഷണൽ നമ്പറുകൾ എന്ന പേരിട്ട് വിളിക്കാം. ഓക്കെ ആണോ? ഇതിന്റെ എക്സ്ട്രീംലി ഓപ്പോസിറ്റ് ആണ് ആരെന്ന് പറയുന്നത്? ഇറാഷണൽ നമ്പറുകൾ എന്ന് പറയുന്നത്. ഓക്കെ ആണോ? ഇനി ഒരു കാര്യം കൂടെ, ഈ റാഷണൽ നമ്പേഴ്സ് പറയുന്ന സമയത്ത് നമുക്ക് ഫ്രാക്ഷൻസ് എന്ന് പറയുന്ന ഒരു സംഗതി പഠിക്കാനില്ലേ? അതെല്ലാം ഇതിന് അണ്ടറിലാണ് വരുന്നത് കേട്ടോ. ശരി, ഇറാഷണൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ ആരാ? നേരത്തെ നമ്മൾ പറഞ്ഞു പി ഡിവൈഡഡ് ബൈ ക്യൂ എന്ന ഫോമിൽ റെപ്രസെന്റ് ചെയ്യാൻ പറ്റുന്ന ആളുകളെ നമുക്ക് എന്തെന്ന് പറയാം? നമുക്ക് റാഷണൽ എന്ന് പറയാം. എന്നാൽ നോട്ട് ഇൻ പി ബൈ ക്യൂ ഫോമിലുള്ള ആളുകൾ, അതായത് പി ബൈ ക്യൂ എന്ന രീതിയിൽ നമുക്ക് റെപ്രസെന്റ് ചെയ്യുവാൻ സാധ്യമല്ലാത്തതായ ആളുകൾ ആരൊക്കെയാണോ ഉള്ളത്, അവന്മാരെ നമുക്ക് എന്ത് പേരിട്ട് വിളിക്കേണ്ടി വരും? ഇറാഷണൽ നമ്പേഴ്സ്. സാധാരണഗതിയിൽ നിങ്ങൾക്ക് ഈ പി ബൈ ക്യൂ ഫോമിൽ പറ്റില്ല എന്ന് ചോദിക്കുമ്പോൾ അയ്യോ അത് പിന്നെ അത് എന്താണ് അതിനൊരു ഉദാഹരണം എന്നൊക്കെ നമ്മളോട് ചിലർ ചോദിക്കാറുണ്ട്. അങ്ങനെയുള്ള ഉദാഹരണത്തിന്റെ കൂട്ടത്തിൽ ഇതാ ഇവനെ പെടുത്തി വെച്ചോ. √2 ഒരു ഇറാഷണൽ നമ്പറാ. പൈ എന്ന് പറയുന്ന സാധനം ഒരു ഇറാഷണൽ നമ്പറാ. പിന്നെ നമുക്ക് എന്താണ് നമ്മുടെ നമ്മൾ പറയുമല്ലോ, അതിന്റെ പേരെന്തായിരുന്നു? നമ്മുടെ ഊളേഴ്സ് കോൺസ്റ്റന്റ്. നമ്മൾ +1 +2 നമ്മൾ പഠിക്കുന്ന ഒരു സാധനമായിരുന്നു. എന്തെന്ന് പറയുന്നത്? ഊളേഴ്സ് കോൺസ്റ്റന്റ് എന്ന് പറയും. ഈ പറയുന്ന ആളുകളൊക്കെ തന്നെ എന്താണ്? ഇതെല്ലാം ഒരു ഇറാഷണൽ നമ്പറുകൾക്ക് ഉദാഹരണമാണ്. ഒന്നുകൂടെ പറയാം. എന്താടാ പറഞ്ഞേ? നമ്മൾ പറഞ്ഞത് എന്താ? ഒന്നുകൂടെ ഒന്ന് ആലോചിച്ച് നോക്കേ. ഇറാഷണൽ നമ്പറുകൾ എന്ന് പറയുന്നത് പി ബൈ ക്യൂ ഫോമിൽ റെപ്രസെന്റ് ചെയ്യാൻ സാധ്യമല്ലാത്തതായ ആളുകളാണ്. √2ഉം പൈയും ഊളേഴ്സ് കോൺസ്റ്റന്റും ഒക്കെ എന്താണ്? ഇവയുടെ ഉദാഹരണങ്ങളാണ്. ഡൗട്ടൊന്നുമില്ലേ? ഈ പറയുന്ന √2നെ എനിക്ക് പി ബൈ ക്യൂ ഫോമിൽ എഴുതാൻ പറ്റുമോ? ഇല്ല. പൈയെ എനിക്ക് അങ്ങനെ എഴുതാൻ പറ്റുമോ? ഇല്ല. ഊളേഴ്സ് കോൺസ്റ്റന്റിനെ എനിക്ക് അങ്ങനെ എഴുതാൻ പറ്റുമോ? ഇല്ല എന്നങ്ങ് പഠിച്ചു വെക്കുക. ഓക്കെ ആണോ? ഡൗട്ടുകളൊന്നുമില്ല. അപ്പൊ ഇറാഷണൽ നമ്പേഴ്സ് എന്താണെന്ന് മനസ്സിലായി. ഇനി നമുക്ക് അടുത്ത പഠിക്കാനുള്ള ആള് എന്ന് പറയുന്നത് ആരാ? റിയൽ നമ്പേഴ്സ്. അപ്പോൾ ഈ റിയൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി ആരാണെന്ന് ഓൾറെഡി നമ്മൾ പറഞ്ഞു. ഏറ്റവും പുറമേ ആയിട്ട് റാഷണൽ നമ്പറുകൾ ഉണ്ട്. ഓക്കെ ആണോ? ഈ പറയുന്ന റാഷണൽ നമ്പറുകളിൽ നിന്നുണ്ടായി വരുന്ന ഇൻറ്റിജറുകൾ ഉണ്ട്. ഈ ഇൻറ്റിജറുകളിൽ നിന്നുണ്ടായി വരുന്ന ആരുണ്ട്? ഹോൾ നമ്പറുകളുണ്ട്. ഈ ഹോൾ നമ്പറുകളിൽ നിന്നുണ്ടായി വരുന്ന നാച്ചുറൽ നമ്പർ ഉണ്ട്. ഓക്കെ ആണോ? ഈ നാച്ചുറൽ നമ്പർ അതിനകത്താരെയോ കൂട്ടിച്ചേർക്കുമ്പോൾ നമുക്ക് ഹോൾ നമ്പർ, അതിനകത്താരെയോ കൂട്ടിച്ചേർക്കുമ്പോൾ നമുക്ക് ഇൻറ്റിജർ, അതിനകത്താരെയോ കൂട്ടിച്ചേർക്കുമ്പോൾ നമുക്ക് ആരെ കിട്ടും? റാഷണൽ. ഓക്കെ ആണോ? ഈ റാഷണലിനോടൊപ്പം ഈ റാഷണലിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ അല്ലെങ്കിൽ റാഷണലിന്റെ ഓപ്പോസിറ്റ് സ്വഭാവം കാണിക്കുന്ന ഇറാഷണൽ ആയിട്ടുള്ള കാറ്റഗറിയും ഉണ്ട്. ഈ രണ്ട് കൂട്ടങ്ങളും കൂടി, റാഷണൽ എന്ന കൂട്ടവും ഇറാഷണൽ എന്ന കൂട്ടവും കൂടി ചേർന്നാൽ അത് ആരായി മാറും മക്കളെ? റിയൽ നമ്പേഴ്സ് ആയി മാറും. അതുകൊണ്ട് നമ്മൾ ബേസിക്കലി നമ്മൾ ഇവിടെ പറയുന്നതായ ഒരു കാര്യം എന്താന്ന് വെച്ചാൽ, ഈ റിയൽ നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ അവിടെ ആരൊക്കെ വരും? പോസിറ്റീവ് ഇൻറ്റിജറുകൾ ഉണ്ട്. പിന്നെ ആരുണ്ട്? നെഗറ്റീവ് ഇൻറ്റിജറുകൾ ഉണ്ട്. 0 ഉണ്ട്. ഫ്രാക്ഷണൽ നമ്പേഴ്സ് ഉണ്ട്. ശ്രദ്ധിച്ചോണേ, ഫ്രാക്ഷണൽ നമ്പേഴ്സ് വരും. അതുപോലെ ഡെസിമൽ നമ്പേഴ്സ് വരും. അങ്ങനെ ഡെസിമൽ നമ്പേഴ്സ് വരും എന്ന് വേണ്ട സകലമാന നമ്പറുകളും, ഇമാജിനറി അല്ലാത്ത സകലമാന നമ്പറുകളും എവിടെയാ വരിക? റിയൽ നമ്പേഴ്സിനകത്താ വരിക. മനസ്സിലായോ? ഇനി ഈ റിയൽ നമ്പേഴ്സ് ശരിക്കും പറഞ്ഞാൽ എന്ത് വരും എന്ന് ചോദിച്ചാൽ ഒന്നുമില്ല. നമ്മൾ അല്ലെങ്കിൽ പറയുന്നത് ഇത്രയേ ഉള്ളൂ. ഈ വരയ്ക്കുന്ന സാധനത്തിന് ഇവിടെ 0 എന്ന് എഴുതി, ഇവിടെ 1 എന്ന് എഴുതി, ഇവിടെ 2 എന്ന് എഴുതി, അത് അങ്ങനെ പോകും. ഇത് -1 എന്ന് എഴുതി, ഇവിടെ -2 എന്ന് എഴുതി, ഇത് ഇങ്ങനെ പോകും. ഇതിനെ നമ്മൾ വിളിക്കുന്ന പേര് നമ്പർ ലൈൻ എന്നാണ്. എന്താണ്? നമ്പർ ലൈൻ.
ഈ നമ്പർ ലൈനിനകത്ത് റെപ്രസെന്റ് ചെയ്യുവാൻ സാധിക്കുന്നതായ ഏത് പോയിന്റ് എടുത്താലും നമുക്ക് അവിടെ പോസിബിൾ ആണ്, അത് മാർക്ക് ചെയ്യാൻ പോസിബിൾ ആണെന്ന് വിചാരിക്കുക. അതിനെ നമുക്ക് എന്തെന്ന് വിളിക്കാം? ഒരു റിയൽ നമ്പർ എന്ന് വിളിക്കാം. ഞാൻ പറഞ്ഞാൽ മനസ്സിലായി. ഈ നമ്പർ ലൈനകത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം? മാർക്കിംഗ് പ്രോപ്പറായിട്ട് നടത്താൻ പറ്റണം. ഇത് ആക്ച്വലി നമ്മുടെ സ്കെയിൽ എന്ന് പറയുന്ന സാധനത്തിനൊരു റെസൊല്യൂഷൻ ഉണ്ട്. ദാറ്റ് മീൻസ് അതിനകത്ത് മാർക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും സ്മോളസ്റ്റ് ആയിട്ടുള്ള ഒരു വാല്യൂ എന്നാണ് ഉദ്ദേശം. ഇതിനെ ഞാൻ എത്രത്തോളം ചെറുതാക്കി കൊണ്ടുപോകുന്നോ എനിക്ക് അത്രത്തോളം എഫിഷ്യൻ്റ് ആയിട്ട് എനിക്ക് പോയിന്റുകളെ പ്ലോട്ട് ചെയ്യാൻ പറ്റും എന്നാണെങ്കിൽ, അങ്ങനെ പ്ലോട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണെങ്കിൽ ആ നമ്പറുകളെ എല്ലാം എനിക്ക് എന്താണ് നമ്പർ ലൈൻ. ഇപ്പൊ എനിക്ക് നമ്പേഴ്സിന്റെ കൂട്ടത്തിൽ ഇമാജിനറി അല്ലാത്ത ഏതൊരു വാല്യൂ തന്നാലും എനിക്ക് അതിനെ നമ്പർ ലൈനിനകത്ത് പ്ലോട്ട് ചെയ്യണം എന്ന് വിചാരിച്ചു. അതെന്തായി? അതാണ് നമ്മൾ പറയുന്ന കാര്യം. മനസ്സിലായോ? ഒന്നുമില്ല, ഈ പറയുന്ന എല്ലാത്തരം നമ്പറുകൾ ഇറാഷണലും റാഷണലുമാകുന്ന ഇമാജിനറി അല്ലാത്ത മറ്റേത് ടൈപ്പ് നമ്പറിനെ കുറിച്ച് നിങ്ങൾ ചോദിച്ചാലും അതെവിടെ തന്നെ വരും? റിയൽ നമ്പറിനകത്ത് വരും എന്നൊന്ന് മനസ്സിലാക്കിക്കോ. ഓക്കെ ആണോ? എവിടെ വരും? റിയൽ നമ്പേഴ്സിനകത്ത് വരും. ഒന്നുകൂടെ, റിയൽ ആകുന്ന നമ്പറുകൾ എന്ന് പറയുന്നത് എന്താ ഉദ്ദേശിക്കുന്നത്? ഡെസിമലുകളും ഫ്രാക്ഷനുകളും എന്ന് വേണ്ട സകലமான ടൈപ്പ് ഓഫ് നമ്പേഴ്സും എക്സെപ്റ്റ് ഇമാജിനറി ആയിട്ട് വരുന്നവന്മാരല്ലാതെ ബാക്കി വരുന്ന ഏത് സംഖ്യകളാണെങ്കിലും നമുക്ക് അവന്മാരെ എന്ത് പേരിട്ട് വിളിക്കാം? ഒരു റിയൽ നമ്പർ എന്ന പേരിട്ട് വിളിക്കാം. ഡൗട്ടുകളില്ലേ? അപ്പോൾ റിയൽ നമ്പേഴ്സും കഴിഞ്ഞു. ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഡ്രീം NTPC ബാച്ച് ഒക്ടോബർ 2 ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. NTPCക്ക് പഠിക്കാനുള്ള പ്രധാനപ്പെട്ട എല്ലാ വിഷയങ്ങളുടെയും ഓറിയന്റേഷൻ നമ്മുടെ യൂട്യൂബ് ചാനലിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യുക? വീഡിയോസ് എല്ലാം പോയി കാണുക. നമ്മുടെ ഡ്രീം ബാച്ചിന്റെ ഭാഗമായിട്ട് 1 month ഫ്രീ ട്രയൽ നമ്മുടെ യൂട്യൂബിൽ നിങ്ങൾക്ക് വേണ്ടി ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരിക്കും. ഡെയിലി ബേസിസിൽ അപ്ലോഡ് ചെയ്യുന്ന ക്ലാസ്സുകളുടെ ടെസ്റ്റുകൾ നമ്മുടെ ആപ്പിൽ ലഭ്യമായിരിക്കും. നിങ്ങൾ എന്ത് ചെയ്യുക? ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യുന്ന ക്ലാസ്സുകളുടെ ടെസ്റ്റുകൾ ഡെയിലി അറ്റൻഡ് ചെയ്ത് പോകാനായിട്ട് ശ്രമിക്കുക. ഇപ്പോൾ എങ്ങനെയായിരിക്കും നമ്മുടെ ക്ലാസ്സുകൾ അതുപോലെ തന്നെ ടെസ്റ്റുകൾ എന്നുള്ളതിന് ഒരു ഷെഡ്യൂൾ, 1 വീക്ക് ഷെഡ്യൂൾ, ആദ്യത്തെ ഒരാഴ്ചത്തെ ഷെഡ്യൂൾ നമ്മൾ നമ്മുടെ ചാനലിൽ, ടെലഗ്രാം ചാനലിൽ നിങ്ങൾക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾ എന്ത് ചെയ്യുക? ആ ഷെഡ്യൂൾ എടുത്തു വെച്ച് നോക്കുക. ഇപ്പോഴും ആപ്പ് യൂസ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് പല കുട്ടികൾക്കും അറിയില്ല. അതിനുവേണ്ടി ആപ്പ് എങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് ഒരു വീഡിയോ നമ്മൾ ചെയ്യുന്നുണ്ട്. ആ വീഡിയോ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. നമ്മുടെ ടെലഗ്രാം ചാനലിൽ നമ്മൾ ആ വീഡിയോ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഡെയിലി ബേസിസിൽ 1 month ഫ്രീ ട്രയലിന്റെ ഭാഗമായിട്ട് നമ്മുടെ എല്ലാ ക്ലാസ്സുകളും യൂട്യൂബിൽ ലഭ്യമാണ്. നിങ്ങൾ എന്ത് ചെയ്യുക? ആ ക്ലാസ്സുകളെല്ലാം കാണുക, വിലയിരുത്തുക, തീരുമാനിക്കുക. ഇനി കോംപ്ലക്സ് നമ്പേഴ്സിന്റെ കാര്യത്തിനകത്തോട്ട് കയറി വരിക. ഇനി നമുക്ക് പഠിക്കാനുള്ളതായി ഈ കോംപ്ലക്സ് നമ്പേഴ്സ് എന്ന് പറയുന്നത് A+IB എന്ന ഫോമിൽ എഴുതുന്ന ആളുകളെ വിളിക്കുന്ന പേരാ എന്തെന്ന് പറയുന്നത്? കോംപ്ലക്സ് നമ്പേഴ്സ് എന്ന് പറയും. എന്തെന്ന് പറയൂടാ? A+IB ഫോമിൽ എഴുതുന്ന ആളുകളെ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്? കോംപ്ലക്സ് നമ്പേഴ്സ് എന്ന് പറയുന്നത്. ഇവിടെ A എന്ന് പറയുന്നതും B എന്ന് പറയുന്നതും ആരാണ് എന്ന് ചോദിച്ചാൽ റിയൽ നമ്പറുകൾ തന്നെയാണ്. ആര് തന്നെയാ? A എന്നും B എന്നും പറയുന്ന ആളുകൾ ആര് തന്നെയാ മക്കളെ? ഇവിടെ A എന്ന് പറയുന്ന ആളും ഇവിടെ B എന്ന് പറയുന്ന ആളും ആര് തന്നെയാ? റിയൽ നമ്പറുകൾ തന്നെയാ. ഒപ്പം ഈ I എന്ന് പറയുന്ന ഒരാളെ അവിടെ റെപ്രസെന്റ് ചെയ്തിട്ടില്ലേ? അവൻ ആരാണ് എന്ന് ചോദിച്ചാൽ അത് ഒരു ഇമാജിനറി യൂണിറ്റ് ആണ്. ആരാ മക്കളെ? അത് ഇമാജിനറി യൂണിറ്റ് ആണ്. അവന്റെ വാല്യൂ എന്താണെന്ന് ചോദിച്ചാലേ √(-1) ഐയുടെ യൂണിറ്റ് എന്താ? ഐയുടെ വാല്യൂ എന്താ? അതിന്റെ വാല്യൂ √(-1) ആണ്. ഒന്നുകൂടെ, കോംപ്ലക്സ് നമ്പറുകൾ എന്ന് പറഞ്ഞാൽ A+IB ഫോമിൽ റെപ്രസെന്റ് ചെയ്യുന്ന ആളുകളാണ്. ദാറ്റ് മീൻസ് ഇതിനകത്ത് ഇമാജിനറി ആയിട്ടുള്ള ആളുകൾ കൂടി വരുന്നുണ്ട് എന്ന് ശ്രദ്ധിച്ചോണം. ദാറ്റ് മീൻസ് ഇവിടെ എന്തുണ്ട്? A എന്ന് പറയുന്ന ഒരു കോൺസ്റ്റന്റ് ഉണ്ട്, B എന്ന് പറയുന്ന ഒരു കോൺസ്റ്റന്റ് ഉണ്ട്. ഇത് രണ്ടും റിയൽ നമ്പറുകളാണ്. I എന്ന് പറയുന്നവൻ ആരാ? അതൊരു ഇമാജിനറി യൂണിറ്റ് ആണ്. അത് √(-1) എന്നാണ് വരിക. ഐയുടെ വാല്യൂ ആണ് പറഞ്ഞത് എന്തെന്ന് പറയുന്നത്? √(-1). ഓക്കെ ആണോ? ഇനി നമുക്ക് പഠിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഈ ഇമാജിനറി നമ്പറുകൾ ആരാണ് എന്നുള്ളതാണ് ഇനി പഠിക്കേണ്ടത്. ആരെയാ പഠിക്കണ്ടേ? ഇമാജിനറി നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ ആരാണ്? ഐകൾ കൊണ്ട് സൂചിപ്പിക്കപ്പെടുന്ന അല്ലെങ്കിൽ ഐകളെ ഉപയോഗിച്ചുകൊണ്ട് ഉണ്ടാക്കുന്നതായ നമ്പറുകൾ എന്ന് വിചാരിച്ചാൽ മതി. ഓക്കെ ആണോ? അല്ലെങ്കിൽ ബേസിക്കലി നമുക്ക് പറയാം, ഒരു ഇമാജിനറി നമ്പർ എന്ന് പറയുന്നത് ഒരു റിയൽ നമ്പറിനോടൊപ്പം ഒരു ഇമാജിനറി യൂണിറ്റ് കൂടി പ്രോഡക്റ്റ് ചെയ്യുക. എന്താണ്? ഒരു ഇമാജിനറി യൂണിറ്റ് പ്രോഡക്റ്റ് ചെയ്യുക. അതായത് പ്രോഡക്റ്റ് ഓഫ് റിയൽ നമ്പർ ആൻഡ് ഇമാജിനറി യൂണിറ്റ്. അതിനെ വിളിക്കുന്ന പേരാ ഇമാജിനറി നമ്പർ. എന്താണ് ഇമാജിനറി നമ്പർ? ഇമാജിനറി നമ്പേഴ്സ് ആർ ദോസ് നമ്പേഴ്സ് വിച്ച് ആർ ദ പ്രോഡക്റ്റ് ഓഫ് റിയൽ നമ്പർ ആൻഡ് ആൻ ഇമാജിനറി യൂണിറ്റ്. റിയൽ നമ്പറിന്റെയും ഇമാജിനറി യൂണിറ്റിന്റെയും കൂടെ പ്രോഡക്റ്റ് ആയി വരുന്ന നമ്പർ. നമ്മൾ ഇതിനെ റെപ്രസെന്റ് ചെയ്യുന്നത് IM എന്നിട്ട് ബ്രാക്കറ്റിനകത്ത് ഒരു Z എന്ന് ഇട്ട് വെച്ചേക്കും. ഇതാണ് ഇമാജിനറി നമ്പർ എന്ന് കാണിക്കാനുള്ളത് കേട്ടോ. ഇനി ഇത് പറയുമ്പോൾ നമ്മൾ നേരത്തെ റാഷണൽ നമ്പറുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇറാഷണൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവന്മാരുടെ റെപ്രസെന്റേഷൻ പറഞ്ഞില്ലല്ലോ മക്കളെ. റാഷണൽ നമ്പറുകളെ റെപ്രസെന്റ് ചെയ്യുന്നത് Q എന്ന ലെറ്റർ ഉപയോഗിച്ചാണ്. ഇറാഷണൽ എന്ന് പറയുന്നതിനെ നോക്കിക്കോണേ,
ഇറാഷണൽ എന്ന് പറയുന്നതിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്ന എന്താണ് ലെറ്റർ എന്ന് പറയുന്നത് പി എന്ന ലെറ്റർ ഉപയോഗിച്ച ആരെ ഉപയോഗിച്ച പി എന്ന ലെറ്റർ ഒന്ന് നോക്കിക്കോണേ. അപ്പൊ റാഷണൽ ആണെങ്കിൽ ക്യൂ ആണ്, ഇറാഷണൽ ആണെങ്കിൽ ആരാണ് പി ആണ്. ഒന്നുകൂടെ, റാഷണൽ ആണെങ്കിൽ ക്യൂ ആണ്, ഇറാഷണൽ ആണെങ്കിൽ പി ആണ്. ഇത് രണ്ടും കൂടി ചേർത്തുകൊണ്ട് നമ്മൾ പറയുന്ന റിയൽ നമ്പർ എന്ന് പറഞ്ഞാൽ അതിനെ ആരെന്ന് പറയും? ആർ എന്ന ലെറ്റർ കൊണ്ട് റെപ്രസെന്റ് ചെയ്യുക. ആരെ കൊണ്ട് റെപ്രസെന്റ് ചെയ്യുന്നേ? ആർ എന്ന ലെറ്റർ കൊണ്ടാണ്. ഓക്കെ, അപ്പൊ ഇത് അവിടെ നിൽക്കട്ടെ. ഇനി നമ്മൾ പറഞ്ഞതിനകത്തോട്ട് പോവാം. ഇമാജിനറി നമ്പറുകൾ എന്ന് പറഞ്ഞാൽ എന്ത്? ഐ എം ഓഫ് ഇസഡ് എന്ന രീതിയിലാണ് റെപ്രസെന്റ് ചെയ്യുക. ഇമാജിനറി നമ്പേഴ്സ് എന്ന് പറയുന്നത് ആരാ? ഇറ്റ് ഈസ് എ പ്രോഡക്റ്റ് ഓഫ് റിയൽ നമ്പർ ആൻഡ് ആൻ ഇമാജിനറി യൂണിറ്റ്. ഒരു റിയൽ നമ്പറിന്റെയും ഇമാജിനറി യൂണിറ്റിന്റെയും കൂടെ പ്രോഡക്റ്റ്. ഈ ഇമാജിനറി യൂണിറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് ഐ എന്ന് പറയുന്ന ആ ആളിനെ തന്നെ. ഐയുടെ വാല്യൂ എന്ന് പറയുന്നത് എത്രയാ? റൂട്ട് ഓഫ് -1. മറക്കരുതേ, ഐയുടെ വാല്യൂ എന്താ? റൂട്ട് ഓഫ് -1. ഇനി ഇവിടെ ചോദ്യങ്ങളായി വന്നേക്കാവുന്നതായ കുറച്ച് സാധനങ്ങളുണ്ട്. അതെന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ചിലപ്പോ പരീക്ഷയ്ക്ക് എങ്ങാനും കണ്ടാലും അതുകൊണ്ടാണ്. എടാ 1 ഇൻറ്റു ഇമാജിനറി യൂണിറ്റ് ഐ എന്ന് പറയുന്നത് ഐക്ക് തന്നെ തുല്യമാണ്. ഇനി ഐ എന്ന് പറയുന്ന ആളെ ഐ കൊണ്ട് പ്രോഡക്റ്റ് ചെയ്താൽ വാട്ട് വിൽ ഗെറ്റ്? വാട്ട് വിൽ ബി യുവർ ആൻസർ? 1 ഇൻറ്റു ഐ ആണെങ്കിൽ 1 കൊണ്ട് ആരെ മൾട്ടിപ്ലൈ ചെയ്താലും അത് ആ സെയിം നമ്പറിനെ തന്നെ തരും. ഇനി എന്താ പറഞ്ഞേ? രണ്ട് ഇമാജിനറി യൂണിറ്റുകൾ ഐ ഇൻറ്റു ഐ, മക്കളെ ഐ സ്ക്വയർ എന്ന് പറയും. ഇനി നിങ്ങൾക്കറിയാം റൂട്ട് ഓഫ് -1 ആണ് ഒരു ഐയുടെ വിലയെങ്കിൽ, റൂട്ട് ഓഫ് -1 ആണ് ഒരു ഐയുടെ വിലയെങ്കിൽ, രണ്ടും കൂടി ഗുണിക്കപ്പെടുമ്പോൾ റൂട്ടുകൾ ഇല്ലാതാകുന്നു, മൈനസും മൈനസും പ്ലസ് ആകുന്നു. ആണോ? അവിടെ എന്താ സംഭവിക്കുന്നത്? അവിടെ റൂട്ട് ഓഫ് അവിടെ ഐ ഇൻറ്റു ഐ എന്ന് പറഞ്ഞാൽ ഐ സ്ക്വയർ എന്നാണ് വരിക. ഐ സ്ക്വയർ എന്നാണ് വരിക. ഇനി ഐയുടെ വില റൂട്ട് ഓഫ് -1 ആ, അതാണ്ട് ഇവിടെ റൂട്ട് ഓഫ് -1 ആ. രണ്ട് സംഖ്യകൾ ഗുണിക്കപ്പെടുമ്പോൾ ആ റൂട്ടുകൾ അവിടെ ഇല്ലാതാകും. അതുകൊണ്ട് ഐ സ്ക്വയറിന്റെ വാല്യൂ എന്തെന്ന് തന്നെ വരും? ഇവിടെ -1 എന്ന് വരും. എന്ത് വരും ഇവിടെ? -1 എന്ന് വരും. എന്ത് വരും? -1. ഓക്കെ, ഐ സ്ക്വയറിന്റെ വാല്യൂ എന്ന് പറയുന്നത് -1. ഐ സ്ക്വയറിന്റെ വാല്യൂ എന്ന് പറയുന്നത് -1. ഇനി എന്താ പറയുന്നത്? -1 ഇൻറ്റു ഐ എന്ന് പറയുന്നത് ആരാണ്? അതാരായിരിക്കും വരിക? -i ആയിരിക്കും വരിക. ആരാ വരിക? -i ആയിരിക്കും വരിക. ഇനി എന്താ പറയുന്നത്? ഞാൻ ഇനി എടുക്കാൻ പോകുന്നത് ഒരു -i ഇൻറ്റു ഐ എന്ന രീതിയിലാണെങ്കിൽ ഐ സ്ക്വയറിന്റെ വാല്യൂ -1 ആ എങ്കിൽ ഐ സ്ക്വയറും പിന്നെ അവിടെ ഒരു മൈനസ് കൂടി വരുന്നുണ്ട്. അതും കൂടെ പരിഗണിക്കുമ്പോൾ ഇതിന്റെ വാല്യൂ എത്രയായി മാറും? 1 ആയി മാറും. ഇതിന്റെ വാല്യൂ എത്രയായി മാറും? 1 ആയി മാറും. ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? അപ്പൊ എന്തൊക്കെയാ പറഞ്ഞത്? റിയൽ നമ്പറിന്റെയും ഇമാജിനറി നമ്പറിന്റെയും കൂടി പ്രോഡക്റ്റ് ആണ്, ഇമാജിനറി യൂണിറ്റിന്റെയും കൂടെ പ്രോഡക്റ്റ് ആണ് ആരെന്ന് പറയുന്നത്? ഇമാജിനറി നമ്പേഴ്സ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ അതിനകത്ത് ഐ ആണ് ഒരു ഇമാജിനറി യൂണിറ്റ് എങ്കിൽ ഐയുടെ വാല്യൂ റൂട്ട് ഓഫ് -1 എന്നാണ് വരുന്നത് എങ്കിൽ 1 ഇൻറ്റു ഐ ഐ ആണ്. ഐ ഇൻറ്റു ഐ ഐ സ്ക്വയർ ഈക്വൽ ടു -1 ആണ്. -1 ഇൻറ്റു ഐ എന്ന് പറയുന്നത് -i ആണ്. -i ഇൻറ്റു ഐ എന്ന് പറയുന്നത് 1 ആണ്. ഇത്രയും കാര്യങ്ങൾ പഠിച്ചോ? ഇനിയും പഠിക്കാനുണ്ട്. നമ്മൾ പറഞ്ഞതുപോലെ ഐ സ്ക്വയർ എന്നതിന്റെ വാല്യൂ എത്രയാ വരുന്നത്? നമ്മൾ പഠിച്ചു -1 എങ്കിൽ എന്റെ ചോദ്യം ഐ ക്യൂബ് എന്നതിന്റെ വാല്യൂ എത്ര വരും? ഐ ക്യൂബ് എന്നതിന്റെ വാല്യൂ എത്ര വരും? ഐ ക്യൂബ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇത് -1 പിന്നെയും ഒരു ഐ കൂടിയുണ്ട്. അപ്പൊ എന്തായി? -i എന്നായി. ആരായി? -i എന്നായി. ഇനി എന്താ? ഐ റേസ് ടു 4ന്റെ ആൻസർ എന്ത് വരും ഇവിടെ? ഐ റേസ് ടു 4 എന്ന് പറയുമ്പോൾ രണ്ട് ഐ സ്ക്വയറുകൾ ചേരുന്നതാ. രണ്ട് ഐ സ്ക്വയർ ചേർന്നാൽ ഐ റേസ് ടു 4 ആകുന്നത്. സോ 1 ഇൻറ്റു 1 എന്ന് പറയുന്നത് എന്ത് വരും? -1 ഇൻറ്റു -1 എന്ന് പറയുന്നത് എന്ത് വരും? +1 എന്ന് വരും. സോ ഐ റൈസ് ടു 4 എന്ന് പറയുന്നത് 1. ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ അവിടുന്ന് നമ്മൾ മനസ്സിലാക്കി വെച്ചേക്കണേ. അപ്പൊ ഇമാജിനറി നമ്പേഴ്സ് എന്ന് പറയുന്നത് റിയൽ നമ്പറിന്റെയും ഇമാജിനറി യൂണിറ്റിന്റെയും കൂടി പ്രോഡക്റ്റ് ആണ്. ഐ എം ഓഫ് ഇസഡ് എന്ന രീതിയിൽ അതിനെ പറഞ്ഞാൽ മതി. ഐ സ്ക്വയർ -1, ഐ ക്യൂബ് എന്ന് പറയുന്നത് -i, ഐ റൈസ് ടു 4 എന്ന് പറയുന്നത് 1. ഇനി എന്താ? 1 ഇൻറ്റു ഐ എന്ന് പറയുന്നത് ഒന്നുകൂടെ ആലോചിച്ചോ. 1 ഇൻറ്റു ഐ എന്ന് പറയുന്നത് ഐ ഇറ്റ് സെൽഫ്. ഐ ഇൻറ്റു ഐ എന്ന് പറയുന്നത് ഐ സ്ക്വയർ, ദാറ്റ് വിൽ ബി -1. ഇനി എന്താ പറഞ്ഞേ? -i ഇൻറ്റു ഐ എന്ന് പറയുമ്പോൾ അത് എത്രയാ വരിക? ഇത് ഐ സ്ക്വയർ എന്ന് പറഞ്ഞാൽ -1, പിന്നെ ഒരു -1 ഉണ്ട്. അപ്പൊ അതെന്തായി? 1 ആയി. ഇനി എന്താ ഞാൻ പറഞ്ഞേ? -1 ഇൻറ്റു ഐ. -1 ഇൻറ്റു ഐ എന്ന് പറയുന്നത് -i. ഇത്രയും കാര്യങ്ങളിൽ ഡൗട്ട് ഉണ്ടോ? അപ്പൊ 1 ഇൻറ്റു ഐ എന്ന് പറഞ്ഞാൽ ഐ ആണ്. ഐ സ്ക്വയർ എന്ന് പറഞ്ഞാൽ -1 ആണ്. -1 ഇൻറ്റു ഐ എന്ന് പറഞ്ഞാൽ -i ആണ്. -i ഇൻറ്റു
ഐ എന്ന് പറയുന്നതും എന്താണ് 1 എന്നാണ് വരിക. ആണോടാ? -i × i എന്ന് പറഞ്ഞാൽ എത്ര വരും? 1. ഇത്രയും കാര്യങ്ങൾ പഠിക്കുന്നതോടുകൂടി ഇമാജിനറി നമ്പേഴ്സ് എന്ന് പറയുന്ന സാധനത്തിനെ നിങ്ങൾ അടുത്ത് മനസ്സിലാക്കിയിട്ടുണ്ടാകും. ഓക്കെ ആണോ? ഈ ഐ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ? ഇമാജിനറി യൂണിറ്റ്. അതൊരു ഇമാജിനറി ആയിട്ടുള്ളതാണ്. അതായത് നമുക്ക് എങ്ങുമേ പ്ലോട്ട് ചെയ്യാൻ പറ്റാത്ത ടൈപ്പ് ഓഫ് നമ്പേഴ്സ് എന്ന രീതിയിലാണ്. റിയൽ നമ്പേഴ്സിനെയൊക്കെ പ്ലോട്ട് ചെയ്യാൻ പറ്റും, ഇമാജിനറിയെ പ്ലോട്ട് ചെയ്യാൻ പറ്റത്തില്ല. ശരിയാണോ? ശരി. ഇനി നമുക്ക് അടുത്ത ആളുകളെ പഠിക്കാം. അടുത്തത് നമുക്ക് പഠിച്ചു പോകുന്ന സമയങ്ങളിൽ ഇടയ്ക്ക് എവിടെയെങ്കിലും കണ്ട് നമുക്ക് പരിചയപ്പെടേണ്ട ആളാണ് പ്രൈം നമ്പേഴ്സ് എന്ന് പറയുന്നത്. ഇനി ഞാൻ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഈ പ്രൈം നമ്പറുകൾ എന്ന് പറയുമ്പോൾ ഇപ്പം എൻ്റെ കയ്യിൽ ഒരു നമ്പർ ഇരിപ്പുണ്ട്. ഫോർ എക്സാമ്പിൾ ഇറ്റ് ഈസ് 12. ഓക്കെ അല്ലേ? എൻ്റെ കയ്യിലുള്ള നമ്പർ 12 ആണെങ്കിൽ എന്താണ് പ്രൈം നമ്പർ എന്ന് ചോദിച്ചാൽ ഇത്രയും പറഞ്ഞാൽ മതി. ഈ 12 എന്നതായ സംഖ്യയെ ലഭിക്കണമെങ്കിൽ ഏതോ 2 നമ്പറുകളെ പ്രോഡക്റ്റ് ചെയ്യണം. അങ്ങനെയുള്ള എത്ര പോസിബിലിറ്റി ഉണ്ട് 12-ന്? ഇതാണ് ചോദ്യം. അപ്പൊ എങ്ങനെയൊക്കെ വരും ഇവിടെ? താണ്ടേ 1 × 12. കണ്ടോ? അപ്പോ 12 എന്ന സംഖ്യ കിട്ടണമെങ്കിൽ ഏതോ 2 സംഖ്യകളെ എന്ത് ചെയ്യണം? മൾട്ടിപ്ലൈ ചെയ്യണം. അങ്ങനെ കിട്ടുന്ന മൾട്ടിപ്ലിക്കേഷൻ വാല്യൂ 12 തന്നെ ആയിരിക്കണമെന്നുണ്ട്. അങ്ങനെയുള്ള എത്ര പോസിബിലിറ്റി ഉണ്ടെന്ന് നോക്കേ. 1 × 12. ഇനി എന്ത് വരും ഇവിടെ? 2 × 6. ഇനി എന്തുണ്ടടാ? 3 × 4. ഇനി വല്ലതും ഉണ്ടോ? എന്തെങ്കിലും ഉണ്ടോ നോക്കേ. ഇല്ല എന്നാണെന്നുണ്ടെങ്കിൽ ഇവിടെ കൊണ്ട് നിർത്തിയതിന് ശേഷം നിങ്ങൾ പറയണം 1 ഒരു ഫാക്ടറാണ് 12-ന്റെ. ഇനി 12 ഒരു ഫാക്ടറാണ് ആരുടെ? 12-ന്റെ. 2 ഒരു ഫാക്ടറാണ് ആരുടെ? 12-ന്റെ. ഇനി 6 ഒരു ഫാക്ടറാണ് ആരുടെ? 12-ന്റെ. 3 ഒരു ഫാക്ടറാണ് ആരുടെ? 12-ന്റെ. 4 ഒരു ഫാക്ടറാണ് ആര്? 12-ന്റെ. ഇങ്ങനെ നിങ്ങൾക്ക് ഒരു നമ്പറിനെ എടുക്കുമ്പോൾ ആ നമ്പറുകൾക്ക് ഫാക്ടറുകൾ ഒരുപാട് ഉണ്ട് എന്ന് കണ്ടുപിടിക്കാൻ പറ്റിയാൽ ഓക്കെ, അതെന്തല്ല, ഇതല്ല പ്രൈം നമ്പർ. അപ്പോൾ ഇതല്ല എന്ത് എന്ന് പറയുന്നത്? നോട്ട് പ്രൈം നമ്പർ. ഇതൊരു പ്രൈം നമ്പർ അല്ല. അപ്പോൾ എന്താണ് പ്രൈം നമ്പറിന്റെ കണ്ടീഷൻ എന്ന് ചോദിച്ചാൽ നിങ്ങൾ ഈ ഏറ്റവും ആദ്യം എഴുതിയ ആളുകളെ ശ്രദ്ധിച്ചോ. 1 അതേ സംഖ്യ തന്നെയും. നമ്മൾ പരിചയപ്പെടുന്നതായ നമ്പറുകളുടെ കൂട്ടത്തിൽ ഉള്ള ഏതോ ഒരു നമ്പറിനെ എടുത്തപ്പോൾ ആ നമ്പറുകളുടെ ഫാക്ടറായി 2 പേരെ മാത്രമേ ലഭിക്കുന്നുള്ളൂ. only 2 ഫാക്ടേഴ്സ്. ഇങ്ങനെ എഴുതുമ്പോൾ ഒന്നിൽ കൂടുതൽ പോസിബിലിറ്റികൾ ഉണ്ടെങ്കിൽ അതൊരിക്കലും എന്തല്ല? പ്രൈം നമ്പർ അല്ല. ഒരേ ഒരു പോസിബിലിറ്റി മാത്രമേ ഉള്ളൂ. ആ പോസിബിലിറ്റി പ്രകാരം ഫാക്ടറുകളായി വരുന്നത് 1 ഒരാളായി. ഇനി രണ്ടാമത്തെ എന്തായിരിക്കും? നമ്പർ ഇറ്റ് സെൽഫ്. ആ സംഖ്യ തന്നെയും പിന്നെ അതിനോടൊപ്പം 1 വരുന്നതെങ്കിൽ അതെന്താണ്? ഒരു പ്രൈം നമ്പർ ആണ്. മനസ്സിലായോ? only 2 factors are there, then that particular number that you have taken will be a prime number. അവിടെ 2-ൽ കൂടുതൽ ഫാക്ടേഴ്സ് ഉണ്ടെങ്കിലോ definitely then it is not a prime number. മനസ്സിലാക്കാൻ പറ്റുമോ? അപ്പൊ എന്തൊക്കെയാ പറഞ്ഞേ? ഫാക്ടറുകൾ 2 ആളുകൾ ആരൊക്കെ ആവണം? 1-ഉം ആ നമ്പർ ഇറ്റ് സെൽഫും 1-ഉം ആ നമ്പർ ഇറ്റ് സെൽഫും. ഇവര് 2 ആണെങ്കിൽ 2 പേര് മാത്രമേ ഉള്ളൂ എങ്കിൽ only 2 ഫാക്ടേഴ്സേ ഉള്ളൂ എന്നാണെങ്കിൽ നമുക്ക് അതിനെ എന്തെന്ന് വിളിക്കാം? പ്രൈം നമ്പേഴ്സ് എന്ന് വിളിക്കാം. അല്ലാത്ത പക്ഷം അത് ആരാകുമെന്ന് ചോദിച്ചാൽ കോമ്പോസിറ്റ് നമ്പേഴ്സ് ആകും. അത് നമുക്ക് അല്ലാതെ തന്നെ പറയാം. അപ്പൊ ഈ ഒരു കാര്യം പിടികിട്ടിയേ. ഇനി നമുക്കിവിടെ പറയേണ്ട കുറച്ച് കാര്യങ്ങൾ കൂടിയുണ്ട്. പ്രൈം നമ്പേഴ്സ് പഠിക്കുമ്പോൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നമുക്ക് 1 മുതൽ 100 വരെ ബിറ്റ്വീൻ ദ നമ്പേഴ്സ് 1 and 100 എത്ര പ്രൈം നമ്പേഴ്സ് ഉണ്ട്? ഇറ്റ് ഈസ് 25. ബിറ്റ്വീൻ 1 and 50 എത്ര പ്രൈം നമ്പേഴ്സ് ഉണ്ട്? ഇതൊക്കെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് പരീക്ഷയ്ക്ക് വന്നിട്ടുണ്ട് കേട്ടോ. ബിറ്റ്വീൻ 1 and 50 ഹൗ മെനി പ്രൈം നമ്പേഴ്സ്? 15 പ്രൈം നമ്പേഴ്സ് are there. ഒന്നുകൂടെ 1-നും 100-നും ഇടയ്ക്ക് 25 പ്രൈം നമ്പർ 25 പ്രൈം നമ്പറുകളുണ്ട്. 1-നും 50-നും ഇടയിൽ 15 പ്രൈം നമ്പറുകളുണ്ട്. അങ്ങനെ ഇനി എന്താ? 2 എന്ന് പറയുന്നത് ഈസ് ദി only even പ്രൈം നമ്പർ. 2 എന്ന് പറയുന്ന ആള് മാത്രമാണ് എന്ത് എന്ന് പറയുന്നത്? ഈവൻ ആയിട്ടുള്ള ഒരു പ്രൈം നമ്പർ എന്ന് പറയുന്നത്. 2 എന്ന് പറയുന്ന ഒരാൾ മാത്രമേ ഉള്ളൂ ഈവൻ ആയിട്ട് പറയുന്നത്. ദാറ്റ് മീൻസ് അതേഴ്സ് ആർ ഓൾ എന്താണ്? ഓഡ് നമ്പേഴ്സ്. എല്ലാ പ്രൈം നമ്പറുകളും ഓഡ് നമ്പേഴ്സ് ആണ് എക്സെപ്റ്റ് 2. പരീക്ഷയ്ക്ക് ചോദ്യം വന്നിട്ടുണ്ട്. എക്സെപ്റ്റ് 2. ഓക്കെ ആണോ? ഇനി 1 മുതൽ 100 വരെയുള്ള പ്രൈം നമ്പറുകളെ സ്വാഭാവികമായും നിങ്ങൾ എല്ലാവരും തന്നെ ഒന്ന് കാണാതെ പഠിച്ചു വെച്ചു കഴിഞ്ഞാൽ അത് വളരെയേറെ പ്രയോജനം ചെയ്യും എന്നൊരു കാര്യം കൂടി എനിക്ക് പറയാനുണ്ട്. 2 ഉണ്ട്, 3 ഉണ്ട്, 5 ഉണ്ട്, 7 ഉണ്ട്. ഇനി അത് കഴിഞ്ഞ് ആര് വരും? 11 ഉണ്ട്, 13 ഉണ്ട്, 17 ഉണ്ട്, 19 ഉണ്ട്. ഇനി ആരുണ്ട്? 19 കഴിഞ്ഞു കഴിഞ്ഞാൽ 23 ഉണ്ട്, 29 ഉണ്ട്. പിന്നെ ആരുണ്ട്? 29 കഴിഞ്ഞു കഴിഞ്ഞാൽ 31 ഉണ്ട്, 37 ഉണ്ട്.
31 37 39 ഇല്ല, 13ന്റെ ഗുണിതത്തിനകത്ത് അത് വരും. പിന്നെ ആരാ വരുന്നത്? 41 43. ഇനി ആരാ ഉള്ളത്? 47 48 49 50 വരുമോ? ഇല്ല. 51 വരുമോ? 51 വരുമോ? ഇല്ല, 51 വരത്തില്ല. 17 ഗുണം 3 എത്ര നോക്കിയാൽ മതി. ഇനി എന്താ വരുന്നത്? 51 കഴിഞ്ഞാൽ 52 ഇല്ല. 53 വരുമോ? 53 ഉണ്ട്. 57 എവിടെയെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടോ? 57 വരും. ഇനി ആരാ ഉള്ളത്? 59 ഉണ്ട്, 61 ഉണ്ട്. 59 ഉണ്ട്, 61 ഉണ്ട്. ഇനി ആരൊക്കെയുണ്ട്? 67 71 73. 67 71 73. ഇനി ആരൊക്കെ ഉണ്ട്? 73 വരായി. ഇനി ആരൊക്കെ ഉണ്ട്? 79 79. ഇനി ആരാ ഉള്ളത്? 83 89 83 89. ഇനി ഒരാളും കൂടെ. അയാൾ ആരായിരിക്കൂടാ? 89 90 91 92 91 94 95 97 വരും. ഇത്രയും പേരുണ്ട്. എണ്ണി നോക്കേ. താണ്ടേ 1 2 3 4 5 6 7 8. 8 2 10 10 2 12 14 16 18 20 22 24 25. കണ്ടോ? 1നും 100നും ഇടയിൽ എത്ര പേര്? 25 ആളുകൾ. ആരൊക്കെയാ? 2 3 5 7 11 13 17 19 23 29 31 37 41 43 47 53 59 61 67 71 73 79 89 89 97. ഓക്കെ ആണോ? ഓക്കെ ആണോ? താണ്ടേ 23 20. ഇത് 19 അങ്ങോട്ട് കഴിഞ്ഞ് വരുമ്പോൾ പിന്നെ എളുപ്പമാണ്. താണ്ടേ 23 29 31 37 41 43 47 53 59 61 67 71 73 79 83 89 97. ഓക്കെ ആണോ? ഈ നമ്പേഴ്സിനെ മുഴുവനും കാണാതെ പഠിച്ചു വെക്കാൻ ശ്രമിക്കാം. ഇതോടുകൂടി നമുക്ക് പറയാം എന്താണ്, പ്രൈം നമ്പേഴ്സിനകത്ത് ഇത്രയും കാര്യങ്ങൾ പഠിക്കുന്നതോടുകൂടി കാര്യങ്ങളെല്ലാം നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും, മനസ്സിലാക്കിയിട്ടുണ്ടാകും. പ്രൈം നമ്പർ എന്താണെന്ന് തിരിച്ചറിഞ്ഞു. ഇനി നമുക്ക് പഠിക്കാനുള്ള അടുത്ത ആളെന്ന് പറയുന്നത് കോ പ്രൈം നമ്പേഴ്സ് എന്ന് പറയും. ഈ കോ പ്രൈം നമ്പേഴ്സ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാലേ, നിങ്ങൾക്ക് ആക്ച്വലി ഇത് നിങ്ങളൊരു പുതുമയുള്ളൊരു സാധനമാണോ എന്ന് ചോദിച്ചാൽ അല്ല. പക്ഷേ ഇത് എന്താണെന്ന് ഇപ്പോഴും നിങ്ങൾക്ക് വലിയ വ്യക്തമായിട്ടൊരു ക്ലാരിറ്റി കിട്ടിയിട്ടുണ്ടാവില്ല. ഇത്രയാണ് സംഭവം. ഈ കോ പ്രൈം നമ്പേഴ്സിനെ എല്ലായ്പ്പോഴും ഒരു ജോഡികളായിട്ടാണ് എഴുതാറ്. ഓൾവേസ് റിട്ടൺ ഇൻ പെയേഴ്സ്, അല്ലെങ്കിൽ പെയറുകൾക്ക് തൊട്ടു മുകളിലേക്ക്. ജനറലി ഇതൊരു ഗ്രൂപ്പ് ആക്കിയാണ് എഴുതാറ്. ഓഫ് അതിൽ മിനിമം എത്ര പേര്? 2 അല്ലെങ്കിൽ കുറച്ച് കൂടുതൽ കാണും. 2 or more. ഒരു ഗ്രൂപ്പ് ഓഫ് നമ്പേഴ്സാ. ഒന്നുകിൽ അതിൽ 2 പേര് കാണും ആ ഗ്രൂപ്പിൽ, അല്ലെങ്കിൽ 2ൽ കൂടുതൽ. ഇനി എന്താ കണ്ടീഷൻ? ഇവിടെ കോപ്രൈമും പ്രൈം എന്ന് പറയുന്നതുമായിട്ടൊന്നും ബന്ധമൊന്നുമില്ല. ഉണ്ട് എന്താണെന്ന് പറയാം, എന്ന് വെച്ചാൽ അങ്ങനത്തെ ഒരു ബന്ധമൊന്നും അല്ലടാ. എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ. ഈ ഗ്രൂപ്പിനകത്ത് എടുക്കുന്നതായ നമ്പറുകളില്ലേ, നമ്മൾ പറഞ്ഞതായ ഗ്രൂപ്പിൽ പരിഗണിക്കുന്ന സംഖ്യകളില്ലേ, ആ ഗ്രൂപ്പ് ഓഫ് നമ്പേഴ്സിന് ഒരു കോമൺ സിമിലാരിറ്റി ഉണ്ടാകും. എന്താണ്? only one factor in common. one factor in common. കോമൺ ആയിട്ട് ഒരേ ഒരു ഫാക്ടർ മാത്രമേ ഉണ്ടാകുള്ളൂ. ഉദാഹരണത്തിന് 7 ഗുണം 4 2 നമ്പർ ഞാൻ എടുത്തു, 7 4. ഈ നമ്പറുകൾ ഞാൻ കോപ്രൈമുകളാണ് എന്ന് പറയുകയാണെങ്കിൽ 4ന്റെ ഫാക്ടറുകളായിട്ട് വരുന്ന ആളുകൾ ആരാണെന്ന് ചെക്ക് ചെയ്യുക. 7ന്റെ ഫാക്ടറുകൾ ആരാണെന്ന് ചെക്ക് ചെയ്യുക. 4ന്റെ ഫാക്ടറുകളിൽ 1 ഉണ്ട്, 7ന്റെ ഫാക്ടറുകളിൽ 1 ഉണ്ട്. ഈ പറയുന്ന 2 സംഖ്യകൾ രണ്ടിടത്തും കോമൺ ആയിട്ടുണ്ട് എന്നതല്ലാതെ മറ്റൊരു ഫാക്ടർ എന്തില്ല? കോമൺ ആയിട്ട് വരുന്നതില്ല. ദാറ്റ് മീൻസ് only one factor in common. ആ ഒരു കണ്ടീഷനിൽ വരുന്ന എന്താണ്? ഒന്നുകിൽ 2 പേരടങ്ങുന്ന ഒരു ഗ്രൂപ്പ്, അല്ലെങ്കിൽ 2ൽ കൂടുതൽ എന്ന് വേണമെങ്കിലും പറയാം. അങ്ങനെ വരുന്ന സംഖ്യകളെ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറയുന്ന കോപ്രൈം നമ്പേഴ്സ്. അപ്പോൾ ഫാക്ടേഴ്സ് പരിഗണിക്കുമ്പോൾ ഒന്നിൽ കൂടുതൽ സംഖ്യകളെ ഗ്രൂപ്പ് ചെയ്ത് വെക്കുന്നു. എന്തിന്റെ അടിസ്ഥാനത്തിൽ? only one factor in common എന്നതിന്റെ അടിസ്ഥാനത്തിൽ. എങ്കിൽ അതിനെ നമുക്ക് എന്തെന്ന് വിളിക്കാം? കോപ്രൈം നമ്പേഴ്സ് എന്ന് വിളിക്കാം. എന്തെന്ന് വിളിക്കാം? കോപ്രൈം നമ്പേഴ്സ്. ഇനി വേറൊരു കാര്യമുണ്ട്. ഈ പറയുന്ന കോപ്രൈം നമ്പേഴ്സ് എന്ന് പറയുന്നത് നീഡ് നോട്ട് ടു ബി എ പ്രൈം. അത് ഒരു പ്രൈം നമ്പർ ആകണമെന്ന് നിർബന്ധമില്ല. പ്രൈം നമ്പർ ആകണമെന്ന് ഒരു കോപ്രൈം നമ്പേഴ്സ് ആയിട്ട് പരിഗണിക്കുന്ന ആളുകൾ ഒരിക്കലും ഒരു പ്രൈം നമ്പർ ആകണമെന്ന് നിർബന്ധമില്ല. ശ്രദ്ധിച്ചോ? 4 7. 4 എന്ന് പറയുന്നത് ഒരു പ്രൈം നമ്പർ അല്ല, പക്ഷേ 7 ഈസ് എ പ്രൈം നമ്പർ. 4ഉം 7ഉം കോപ്രൈമാണ്. പക്ഷേ 7 മാത്രമേ ഈ കൂട്ടത്തിൽ പ്രൈം ഉള്ളൂ. അതിനർത്ഥം എന്താ? there is no need of എന്താണ്? there is no need of
എ പ്രൈം അല്ലെങ്കിൽ there is no need of a കോപ്രൈം നമ്പർ ടു ബി എ പ്രൈം നമ്പർ. ഒരു കോപ്രൈം നമ്പർ ഒരു പ്രൈം നമ്പർ ആകണമെന്ന് എന്തില്ല, നിർബന്ധമില്ല എന്നർത്ഥം. മനസ്സിലാക്കാവോ? മതി. ഇനി അപ്പോൾ എന്താണ് പ്രൈം, എന്താണ് കോപ്രൈം എന്ന് പറഞ്ഞു. ഇനി നമ്മുടെ അവസാനത്തെ സാധനം ഇതാണ്, കോമ്പോസിറ്റ് നമ്പേഴ്സ്. ഞാൻ നേരത്തെ പറഞ്ഞ 12 ഇല്ലേ, 12നെ എനിക്ക് 1 ഗുണം 12 എന്ന് എഴുതാം, 2 ഗുണം 6 എന്ന് എഴുതാം, 3 ഗുണം 4 എന്ന് എഴുതാം. അതിനർത്ഥം എന്താണ്? 1 ഒരു ഫാക്ടർ, 12 ഒരു ഫാക്ടർ, 2 ഒരു ഫാക്ടർ, 6 ഒരു ഫാക്ടർ, 3 ഒരു ഫാക്ടർ, 4 ഒരു ഫാക്ടർ. ശരിയല്ലേ? അപ്പോൾ 12 എന്ന് പറയുന്ന ആൾക്ക് മൊത്തം എത്ര ഫാക്ടറുകൾ ഉണ്ട് എന്നായി? 6 ഫാക്ടേഴ്സ് ഉണ്ട് എന്നായി. ശരി. അപ്പോൾ ഇത്രയും മാത്രം പറഞ്ഞാൽ മതി. 2 ഫാക്ടറുകളായി വരുന്ന ആളുകളെ നമ്മൾ പ്രൈം എന്നാണ് വിളിക്കുന്നതെങ്കിൽ 2ന് മുകളിലോട്ടുള്ളതായ ആളുകൾ, ഫാക്ടറുകളായി വരുന്നതായ സംഖ്യകളെ നമുക്ക് എന്ത് പേരിട്ട് വിളിക്കാം? കോമ്പോസിറ്റ് നമ്പേഴ്സ് എന്ന പേരിട്ട് വിളിക്കാം. എന്ത് പേരിട്ട് വിളിക്കാം? കോമ്പോസിറ്റ് നമ്പേഴ്സ് എന്ന് പേരിട്ട് വിളിക്കാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? അല്ലെങ്കിൽ ഓപ്പോസിറ്റ് ഓഫ് പ്രൈം നമ്പർ എന്നതിന്റെ കോൺസെപ്റ്റ് ആണ് ഈ കോമ്പോസിറ്റ് നമ്പേഴ്സിന് അണ്ടറിൽ വരിക. മനസ്സിലാവൂ മക്കളെ? അപ്പോൾ ഏതൊക്കെ ടൈപ്പ് ഓഫ് നമ്പേഴ്സ് ആണ് നമ്മൾ പരിചയപ്പെട്ടത് എന്നത് ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിയല്ലോ. ഇതിനകത്ത് ഞാൻ ഉദ്ദേശിച്ചതായ ശരിക്കുമുള്ള ആ ക്ലാസിഫിക്കേഷൻ അണ്ടറിൽ വരുന്നത് ആരെയൊക്കെയാണ് എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് അറിയാം. ആരെയൊക്കെയാ? ഇതാണ്. അതായത് റിയൽ നമ്പേഴ്സിനകത്ത് ഇത്രയും കാര്യങ്ങൾ പഠിക്കണം. ഇതല്ലാതെ വേറെ കുറച്ച് ടൈപ്പ് ഓഫ് നമ്പേഴ്സ്, അതാണ് ഞാൻ ഈ പറഞ്ഞ പ്രൈം, കോപ്രൈം, പിന്നെന്തെന്ന് പറഞ്ഞത് കോമ്പോസിറ്റ് എന്ന് പറഞ്ഞത്, അതൊരു വേറൊരു ക്ലാസിഫിക്കേഷനാണ്. ആക്ച്വലി ഈ ഇറാഷണൽ നമ്പേഴ്സ് എന്ന് പറയുന്നതോടുകൂടി ആ റിയൽ നമ്പർ എന്ന് പറയുന്ന ഒരു കാറ്റഗറി അവിടെ കഴിഞ്ഞു. പിന്നെ നമ്മൾ പറഞ്ഞ കോംപ്ലക്സ് നമ്പറിന് മുകളിലേക്ക് കോംപ്ലക്സ് എന്ന് പറഞ്ഞതും ഇമാജിനറി നമ്പർ എന്ന് പറഞ്ഞതും അതൊരു ഇമാജിനറി കണക്ഷനകത്തോട്ട് പോയി, ഇമാജിനറി നമ്പറുമായിട്ടുള്ള ബന്ധത്തിനകത്തേക്ക് പോയി. പ്ലസ് അത് കഴിഞ്ഞ് പറഞ്ഞ കോപ്രൈമും പിന്നെന്താ പ്രൈമും പിന്നെ അത് കഴിഞ്ഞ് പറഞ്ഞ കോമ്പോസിറ്റ് നമ്പേഴ്സ് എന്ന് പറയുന്നത് ആക്ച്വലി റിയൽ നമ്പേഴ്സിന് അണ്ടറിൽ വരുന്ന ഒരു സബ് കാറ്റഗറി ആയിട്ട് ഇവിടെ എവിടേക്കോ വരുന്ന ഒരു സാധനമാണ് പ്രൈമോ, കോപ്രൈമോ, കോമ്പോസിറ്റ് എന്നൊക്കെ പറയുന്നത്. അത് തരംതിരിച്ചറിയാനുള്ള വിവേകം നിങ്ങൾക്കുണ്ട് എന്ന് വിശ്വസിക്കുന്നു. അറിയാം, കാര്യങ്ങൾ മനസ്സിലായി. അപ്പോൾ നമ്പേഴ്സ് എന്ന് പറയുന്ന ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ മിനിമം അറിഞ്ഞിരിക്കണം. ബാക്കിയൊക്കെ ഇനി ഓരോ ടോപ്പിക്ക് പഠിക്കുമ്പോൾ നമുക്ക് പഠിച്ചു പോകാം.